രാജരപ്രൗഢീരം ധരാജനം ഗൗഡകരേത സന്ദേരഗതം ബൗഡേരഗതം ബൗഡകരീതരകക്ഷം ബൗഡകരാജ. ഹല്ലേലൂയാ. നന്ദിയോടെ വാഴ്ത്തുന്നു 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 വാഴ്ത്തുന്നു. കരുണയുള്ള കർത്താവിന് മഹത്വം 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 കർത്താവേ മഹത്വം 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 മഹത്വം. സ്വർഗപിതാവിന് മഹത്വം 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 മഹത്വം. ധന്യവാദ് യേശു ധന്യവാദ് 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 ധന്യവാദ്. Thank you Jesus. Hallelujah 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 hallelujah. ലോകബലശം ധനീരകമാനഘടകം ബൗഡകരേതരഘടകം പ്രൗഢി അന്തരാജനം ബൗഡകരേതരാജരപ്രൗഷം ധീരകരേതകരാജം കടമേരഗതം ബൗഡേരഗതം ബൗഡകരീ ബലഭൂഷകരാജകരം ധാരാജം ഗൂഢകരാജം ധാരകരാജം ദീപൽവക്ഷം ബൗഡിക്കടകം കടമേരഗതം വൈഡേരഗതം വൈഡകരാജം. ഹാലേലൂയാ ഹാലേലൂയാ. ഓ ഗ്ലോറി ബലശം ധനേരിഹരാജകരീധരഘടക പ്രൗഢിജരാധരം അടമാനഗതം വീടവലേധര ഹൈഷം ധൂരികരാജകരത്തലവക്ഷം ധൂരി. ഹാലേലൂയ 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 ഹാലേലൂയ. താങ്ക് യു ജീസസ്. ഹാലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ധന്യവാദ് യേശു ധന്യവാദ് യേശു ധന്യവാദ് ധന്യവാദ് യേശു ധന്യവാദ് യേശു ധന്യവാദ് യേശു ധന്യവാദ് യേശു ധന്യവാദ് യേശു ധന്യവാദ് യേശു ധന്യവാദ് 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 ധന്യവാദ്. ഓ ഗ്ലോറി ബലവരുഷം ധരേരികമാനഘടകം ബൗഡകരേതം ധീരകരേതം വൈളാരാജ. ഹാലേലൂയാ. താങ്ക് യു ജീസസ്. Thank you Jesus. Hallelujah. बलवरिष्ठं धनानगदे. हालेलूया. धन्यवाद 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 धन्यवाद. आज सुबह के समय पर प्रभु की हुजूरी में प्रभु की महिमा आराधना करने के लिए प्रभु ने हमें जीवन में सहायता किया. आए हम मिलकर हम प्रभु को धन्यवाद करें. आए हम मिलकर हम प्रभु को സ്തുതി करें. ഹല്ലേലൂയ. ഇന്നത്തെ ദിവസം ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാൻ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ സ്തുതിപ്പാൻ ആരാധിപ്പാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന വൻ കൃപകളെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ലോകം മുഴുവനും രാജ്യം മുഴുവനും ഭവനങ്ങളെ ദൈവത്തിൻ്റെ ജനം ഹല്ലേലൂയ ഭവനങ്ങളെ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ പകൽക്കാലം എല്ലാ ദൈവമക്കളോടും ചേർന്ന് ഒരുമിച്ച് ഞങ്ങൾക്കും കുടുംബമായി പ്രകാരം ദൈവസേനയിൽ കടന്നു വരുവാൻ ആമേൻ. ഹല്ലേലൂയ പ്രഭു ഹല്ലേലൂയ. ആമേൻ. കർത്താവ് അവസരങ്ങളെ നൽകിയതോർത്ത് ഞാൻ എൻ്റെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ. आज का दिन पूरा देश भर में जो पवित्र लोग परमेश्वर के लोग हालेलुया भवन में प्रभु की स्तुति आराधना महिमा करते हुए उनके साथ मिलकर भी हमें भी परिवार के साथ प्रभु की हजूरी में आने के लिए प्रभु की महिमा करने के लिए प्रभु ने हमारे जीवन में भी कृपा दिया. मैं प्रभु को धन्यवाद करता हूँ. आइए मिलकर हम प्रभु को स्तुति करें, गीत गाकर हम प्रभु को महिमा करें, हमारे हाथों को उठाकर हम प्रभु को धन्यवाद करें. हालेलुया. आइए हम प्रार्थना करें. स्वर्गीय पिता परमेश्वर स्वर्गीय पिता परमेश्वर हम आपका धन्यवाद करते हैं प्रभु जी. इस सुंदर समय के लिए धन्यवाद. ഈ പകൽക്കാലം കർത്താവേ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരികയാണ്. ഈ ഞായറാഴ്ചയുടെ പ്രഭാതം കാണുവാൻ ഞങ്ങൾക്ക് കൃപ നൽകി കർത്താവ്. അനേകർക്ക് ഇന്നത്തെ പകൽക്കാലം കാണുവാൻ കഴിയാതെ വണ്ണം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ പിതാവേ അവിടുത്തെ കൃപ ഞങ്ങളോട് കൂടെ ഇരുന്ന് വഴി നടത്തിയത് ഞങ്ങൾക്കായി സ്തോത്രം. आमीन. हालेलुया. आज का दिन प्रभु तेरी हजूरी में आने के लिए, तेरी महिमा करने के लिए, तेरी स्तुति आराधना करने के लिए हमारा जीवन में आमीन. हालेलुया. दीवा सुंदर अवसर के लिए हम प्रभु तेरी धन्यवाद करते प्रभु. अनेक लोग जगत छोड़कर चला गया आमीन. हालेलुया. आज मिलकर हम तेरी स्तुति हम आराधना तेरे नाम को हम ऊंचा करते प्रभु. जैसा मरुस्थल में हालेलुया मूसा सांप को उठाए उसी प्रकार प्रेज़ गॉड हालेलुया हम तेरे नाम को हम उठाते प्रभु जी. आज की आराधना सभा को दुआ आशीष दे आमीन. हालेलुया. आज हमारे साथ लाइव में देखने वाले जुड़े हुए हर एक भाईजनों के लिए धन्यवाद प्रभु. जो आगे में जितने लोग जुड़ने वाले हैं हर एक को दुआ आशीष दे. हालेलुया. हर परिवार को आपके हाथों में സോപ്താവ് ഹല്ലേലൂയ. ഞങ്ങളുടെ കുടുംബത്തെ അടകരത്തിൽ ഏൽപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഒരുമിച്ച് ആരാധനയിൽ സംബന്ധിക്കുന്ന ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുവിൻ്റെ നാമം ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ കൃപ കൊണ്ട് നിറയ്ക്കും രാജ്യം മുഴുവൻ പ്രഭാതം മുതൽ രാത്രി വരെ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ
ഹല്ലേലൂയ. ആത്മിക കൂട്ടായ്മകളെയും കർത്താവ് അനുഗ്രഹിക്കും. അത്ഭുതം കർത്താവ് ചെയ്യും. ഇന്നത്തെ ദിവസം ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ കൃപ ചെയ്യും. परमेश्वर को जोरी परमेश्वर की उपस्थिति को अनुभव करने के लिए प्रभु तो हमें सहायता कर। आत्मा और सच्चाई में तेरी महिमा आराधना कर सके प्रभु। गीतों के द्वारा हम तेरी महिमा कर सके, वचन के द्वारा तुझे हम उठा सके प्रभु। उत्तम के वचन हमें सहायता के धन्यवाद। सारे आदर हम आपको देते। पवित्र आत्मा सारे हाले नियंत्रण आप ही ले हालेलुया. सारे आदर मान महिमा हम आपको देते हैं. സകല മഹത്വം കർത്താവിന് അർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ ചോദിക്കുന്നു കേൾക്കണം പിതാവേ. आमेन आमेन आमेन. हम गीतों को गाकर हम प्रभु को महिमा करेंगे. ग्लोरी टू गॉड. जिस नाम में है मुक्ति, जिस नाम में है शक्ति, जिस नाम में है शांति, देता हो नाम चंगाई. जिस नाम में है मुक्ति, जिस नाम में है शक्ति, जिस नाम में है शांति, देता हो नाम चंगाई. जिस नाम में है बंदगी, यीशु है वो नाम. जिस नाम में है जिंदगी, यीशु है वो नाम. यीशु तेरा नाम सबसे ऊंचा है. यीशु तेरा नाम सबसे ऊंचा है. बीमारी से, गरीबी से, श्रापों से है छुड़ाता. वो नाम है जो अंधों को रोशनी भी है देता. जिस नाम में है मुक्ति, जिस नाम में है शांति, जिस नाम में है शांति, देता हो नाम चंगाई. जिस नाम में है बंदगी, यीशु है वो नाम. जिस नाम में है जिंदगी, यीशु है वो नाम. यीशु तेरा नाम सबसे ऊंचा है. यीशु तेरा नाम सबसे ऊंचा है. बीमारी से, गरीबी से, श्रापों से है छुड़ाता. वो नाम है जो अंधों को रोशनी भी है देता. बीमारी से, गरीबी से, श्रापों से है छुड़ाता. वो नाम है जो अंधों को रोशनी भी है देता. जिस नाम में है जिंदगी, यीशु है वो नाम. जिस नाम में है बंदगी, यीशु है वो नाम. यीशु तेरा नाम सबसे ऊंचा है. यीशु तेरा नाम सबसे ऊंचा है. यीशु तेरा नाम सबसे ऊंचा है. यीशु मसीह की नाम उठाए, ऊंचा करे, नाम ऊंचा नाम, सबसे ऊंचा नाम. उसकी महिमा करे, उसकी महिमा करे. यीशु तेरा नाम सबसे ऊंचा है. यीशु तेरा नाम सबसे ऊंचा है. हालेलुया. सबसे ऊंचा नाम यीशु मसीह का नाम है. हालेलुया.
इस जगत में, हालेलुया, और आने वाले जगत में पुकारने वाले हर एक नामों से ऊंचा नाम, हालेलुया, इस जगत में पुकारते हुए हर एक नामों से ऊंचा नाम यीशु मसीह का नाम, यीशु मसीह का नाम, हालेलुया। वो आप जिस परेशानी से, हालेलुया, पीड़ित हो, आप जिस वाले तकलीफ से गुजरते हो, आप जिस हालेलुया मुश्किलातों के सामना करते हो, हालेलुया, वो सारे नामों से ऊंचा नाम यीशु का नाम को उठाए, यीशु के नाम की महिमा करे, हालेलुया। थैंक यू जीसस, हालेलुया। आराधना हो आत्मा से, आराधना हो सच्चाई से, हर एक जीव जिसमें हो प्राण यहोवा की आराधना करे। आराधना हो आत्मा से, आराधना हो सच्चाई से, हर एक जीव जिसमें हो प्राण यहोवा की आराधना करे। यहोवा राफा वो है तेरा चंगाई देने वाला, चंगा करता हाथों को छूकर आ तू उसके पास। यहोवा राफा वो है तेरा चंगाई देने वाला, चंगा करता हाथों से छूकर आ तू उसके पास। बहता उसका लहू क्रूस के तले, बहता उसका लहू क्रूस के तले। आए जो भी उसके पास देता वो छुटकारा, आए जो भी उसके पास देता वो छुटकारा। आराधना हो आत्मा से, आराधना हो सच्चाई से, हर एक जीव जिसमें हो प्राण यहोवा की आराधना करे। आराधना हो आत्मा से, आराधना हो सच्चाई से, हर एक जीव जिसमें हो प्राण यहोवा की आराधना करे। यहोवा शालोम वो है तेरा शांति देने वाला, अपनी आशीषों से वो भरेगा तेरे जीवन को। यहोवा शालोम वो है तेरा शांति देने वाला, अपनी आशीषों से वो भरेगा तेरे जीवन को। महासागर जैसी बाधाओं में खोलेगा द्वार, महासागर जैसी बाधाओं में खोलेगा द्वार। पाप और श्राप होंगे दूर यीशु के लहू से, पाप और श्राप होंगे दूर यीशु के लहू से। आराधना हो आत्मा से, आराधना हो सच्चाई से, हर एक जीव जिसमें हो प्राण यहोवा की आराधना करे। आराधना हो आत्मा से, आराधना हो सच्चाई से, हर एक जीव जिसमें हो प्राण यहोवा की आराधना करे। यहोवा निस्सी वो है तेरा विजय देने वाला, शत्रु तेरे घेरे तुझको तू ना घबराना। यहोवा निस्सी वो है तेरा विजय देने वाला, शत्रु तेरे घेरे तुझको तू ना घबराना। देख तेरे सामने
करे। छुटकारा केवल छुटकारा यीशु में ही है। यीशु ही में है। Glory, hallelujah. आराधना हो आत्मा से, आराधना हो सच्चाई से, हर एक चीज जिसमें हो प्राण यहोवा की आराधना करे। आराधना हो आत्मा से, आराधना हो सच्चाई से, हर एक चीज जिसमें हो प्राण यहोवा की आराधना करे। आराधना हो आत्मा से, आराधना हो सच्चाई से, हर एक चीज जिसमें हो प्राण यहोवा की आराधना करे। यहोवा निस्सी वो है तेरा विजय देने वाला। शत्रु तेरे घेरे तुझको, तू न घबराना। यहोवा निस्सी वो है तेरा विजय देने वाला। शत्रु तेरे घेरे तुझको, तू न घबराना। देख तेरे सामने प्रभु ने तेरी विजय। देख तेरे सामने प्रभु ने तेरी विजय। छुटकारा केवल यीशु ही में है। छुटकारा सिर्फ यीशु में है। यीशु ही में है। आराधना हो आत्मा से, आराधना हो सच्चाई से, हर एक चीज जिसमें हो प्राण यहोवा की आराधना करे। आराधना हो आत्मा से, आराधना हो सच्चाई से, हर एक चीज जिसमें हो प्राण यहोवा की आराधना करे। आमीन, हालेलुया। यहोवा राफा है और तुझे चंगा करने वाला है। यहोवा निस्सी तुझे विजय देने वाला। हालेलुया। यहोवा शम्मा तुझे शांति देने वाला। हालेलुया। ओ ग्लोरी, उस परमेश्वर की हम आराधना करें। हालेलुया। जिस जीव में हमें जिसमें हो प्राण, जिसमें हो प्राण, हालेलुया, हम चुप ना बैठे, हम आवाजों को उठाते हुए परमेश्वर की स्तुति करें। हालेलुया। आमीन। ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. ജീവനുള്ളതൊക്കെയും യഹോവയ്ക്ക് സ്തുതി കൊടുക്കട്ടെ. അവനെ മഹത്വപ്പെടുത്തട്ടെ, അവന്റെ നാമത്തെ ഉയർത്തട്ടെ. हालेलुया। ओ प्रियरे, हालेलुया। चुप मिटादिरिखवानल्ला, हमें चुपचाप रहने के लिए नहीं। हालेलुया। प्रभु ने हमारे जीवन में जीव दिया है, जिंदा रखा है प्रभु की महिमा के लिए, प्रभु की महिमा के लिए. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മെ ജീവനോടെ ശേഷിപ്പിച്ചിരിക്കുന്നു. ആകയാൽ നമുക്ക് ഒരുമിച്ച് പിന്നെ ദൈവത്തെ മഹത്വമാകെ हम मिलकर हम फिर से प्रभु की महिमा करेंगे. यीशु मसीह देता खुशी, करे महिमा उसकी। पैदा हुआ बना इंसान, देखो भगा शैतान। यीशु मसीह देता खुशी, करे महिमा उसकी। पैदा हुआ बना इंसान, देखो भगा शैतान। देखो भागा भागा, देखो भागा भागा, देखो भागा भागा शैतान। देखो भागा भागा, देखो भागा भागा, देखो भागा भागा शैतान। देखो भागा भागा, देखो भागा भागा, देखो भागा भागा शैतान।
मसीह यीशु मसीह देता खुशी करे महिमा उसकी पैदा हुआ बना इंसान देखो भागा शैतान देखो भागा भागा देखो भागा भागा देखो भागा भागा शैतान देखो भागा भागा देखो भागा भागा देखो भागा भागा शैतान झुक जाएगा आसमां एक दिन यीशु राजा होगा बादलों पर झुक जाएगा आसमां एक दिन यीशु राजा होगा बादलों पर देखेगी दुनिया शान मसीह की जुबां पे होगा एक सभी की देखेगी दुनिया शान मसीह की देखेगी Thank you, Jesus. यीशु मसीह देता खुशी करे महिमा उसकी पैदा हुआ बना इंसान देखो भागा शैतान यीशु मसीह देता खुशी कहीं और से कुछ नहीं करे मिलेगा, महिमा कहीं और से आनंद नहीं मिलेगा। यीशु मसीह में सब पैदा कुछ मिलेगा। हुआ बना इंसान देखो भागा शैतान ला 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 देखो भागा भागा देखो भागा भागा देखो भागा भागा शैतान देखो भागा भागा देखो भागा भागा देखो भागा भागा शैतान देखो भागा भागा देखो भागा भागा देखो भागा भागा शैतान देखो भागा भागा देखो भागा भागा देखो भागा भागा शैतान हालेलुया हालेलुया यीशु मसीह में ही सिर्फ हमें खुशी आनंद आनंदकाल का जीवन यीशु मसीह में ही मिलता है। हालेलुया उद्धार कहीं और नहीं, छुटकारा कहीं और नहीं। हालेलुया आकाश के नीचे मनुष्यों के बीच में पृथ्वी के ऊपर उद्धार के पुकारने वाले एक ही नाम, सिर्फ एक ही नाम। ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ ഭൂമിക്ക് മുകളിൽ വിളിക്കപ്പെടുന്ന ഒരേ ഒരു നാമം, രക്ഷയ്ക്കായി വിളിക്കപ്പെടുന്ന ഒരേ ഒരു നാമം, ആ നാമമാണ് യേശു ക്രിസ്തു, യേശു മसीह, सिर्फ യേശു मसीह उद्धार की हालेलुया मार्ग। हालेलुया हालेलुया उसी में आनंद, उसी में विजय, उसी में छुटकारा। हालेलुया सिर्फ യേശു में ही छुटकारा है मेरे प्रिय। आइए मिलकर और भी इन गीतों को गाकर प्रभु की महिमा करेंगे। വൻകൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ വൻകൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ 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 ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനെ നൽകി വീണ്ടെടുത്ത കർത്തനെ നിൻ സ്നേഹം മാധുര്യം അത് അവർണ്ണനീയം പാപമരണമേ തന്നിൽ പുതുജീവൻ നൽകിയോ നിൻ സ്നേഹം മാധുര്യം അത് അവർണ്ണനീയം പാപമരണമേ തന്നിൽ പുതുജീവൻ
ശൂന്യമായി മരുഭൂസമാനമായി സംഘരക്തത്താൽ എന്നെ ഫലപ്രദമാക്കിയോ എൻ ജീവൻ ശൂന്യമായി മരുഭൂസമാനമായി സംഘരക്തത്താൽ എന്നെ ഫലപ്രദമാക്കിയോ വൻ കൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കാം. കൃപയ്ക്കായി ഞാൻ വാഴ്ത്തുന്നേ 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 വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനെ വാഴ്ത്തുന്നേ. Hallelujah. Thank you, Jesus. ശക്തി പകർന്നും അഭിഷേകം നൽകിയും സുവിശേഷം ഘോഷിപ്പാൻ എന്നെ യോഗ്യനാക്കിയോ. ആത്മശക്തി പകർന്നും അഭിഷേകം നൽകിയും സുവിശേഷം ഘോഷിപ്പാൻ എന്നെ യോഗ്യനാക്കിയോ. വൻ കൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നു. വൻ കൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നു. വാഴ്ത്തുന്നു വാഴ്ത്തുന്നു വാഴ്ത്തുന്നു. വീണ്ടെടുത്ത കർത്തനെ വാഴ്ത്തുന്നു വാഴ്ത്തുന്നു. ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനെ വാഴ്ത്തുന്നു വാഴ്ത്തുന്നു. ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനെ. जय जयकार जय जयकार. तूने मेरे लिए क्या कुछ ना किया. जय जयकार जय जयकार. तूने मेरे लिए क्या कुछ ना किया. अपनी रूह से भर दिया, अपनी शक्ति मुझको दी ताकि तुम्हें गवाही तेरे जी उठने की. अपनी रूह से भर दिया, अपनी शक्ति मुझको दी ताकि तुम्हें गवाही तेरे जी उठने की. क्यों ना बोलो मैं तेरी जय जयकार. क्यों ना बोलो फिर मैं तेरी जय जयकार. जय जयकार जय जयकार. तूने मेरे लिए क्या कुछ ना किया. जय जयकार जय जयकार. तूने मेरे लिए क्या कुछ ना किया. मेरी सूरत बिगड़ी थी मेरा दिल था खाली. तूने सींचा था खून से ताकि आए हरियाली. मेरी सूरत बिगड़ी थी मेरा दिल था खाली. तूने सींचा था खून से ताकि
कुछ ना किया। जय जयकार जय जयकार, तूने मेरे लिए क्या कुछ ना किया। हालेलुया, थैंक यू जीसस, हालेलुया। प्रभु ने हमारे जीवन में क्या नहीं उसने किया हुआ बगारों को स्मरण करते हुए, हालेलुया, हम प्रभु की स्तुति करें, हम प्रभु की महिमा करें, हालेलुया, प्रभु की आराधना करें, हालेलुया, हालेलुया। हमारा जीवन मरुभूमि समान शून्य था, आशा न था, लेकिन उसने अपने कालवरी के क्रूस में आखिरी बूंद तक लहू बहाकर, आमीन, हालेलुया, सींच दिया, हमें छुटकारा दिया, पापों से हमें क्षमा, हमें मुक्ति दिया, श्रापों से मुक्ति दिया। कैसे हम चुप रहेंगे? हम फिर से कहेंगे जय जयकार, हाँ प्रियो, प्रभु की महिमा हम सदा करते रहे। हालेलुया, थैंक यू जीसस, हालेलुया। आइए हम प्रार्थना करें, प्रभु की हुजूरी में अपने आप को समर्पण करें, हमको प्राർത്ഥിക്കുക. ദൈവകരത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മുടെ ജീവിതം മരുഭൂ സമാനമായി തീർന്ന സ്ഥാനം, യാതൊരു ലക്ഷ്യമില്ലാതെ അലഞ്ഞിരുന്ന സ്ഥാനം, പാപത്താൽ ചുറ്റപ്പെട്ട് നിരാശയായി ജീവിതത്തിൽ നടക്കുന്ന സാഹചര്യങ്ങൾ യേശുവിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ ആഴമേറിയ സ്നേഹം എന്നെയും നിന്നെയും തേടി വന്നതുകൊണ്ട് എങ്ങനെ നമുക്ക് മിണ്ടാതിരിക്കണം? ആ ദൈവകരത്തിലേക്ക് നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു. हालेलुया, प्रभु की जोरी में हम अपने आप को समर्पित करें. प्रभु तू आज तुम मुझसे मांगे, हम तेरी आराधना, हम तेरी महिमा करते, हमारे जीवन की कमी गड्ढियों को हम प्रभु की जोरी में ढे, तेरा बोझ प्रभु पर डाल, यहोवा पर डाल, धर्मी कभी ठलने नहीं दे. हाँ मेरा प्रियो, आपका बोझ, आपको दबाने वाली, आपको सताने वाली, आपको परेशान करने वाली हर एक परिस्थिति, हालातों, प्रश्नों, मुश्किलातों को, कष्टों को, वेदनाओं को प्रभु की झूरी में डाल, प्रभु पर डाल, यहोवा पर. छुटकारा सिर्फ यीशु में, छुटकारा सिर्फ यीशु में है, छुटकारा सिर्फ यीशु. വിടുതൽ യേശു ക്രിസ്തുവിൽ കൂടി മാത്രം, വിടുതൽ യേശുവിൽ കൂടി മാത്രം. നിന്റെ ഭാരം യഹോവയിൽ, നിന്റെ ഭാരം അവനിൽ വെച്ചു, അവൻ നിന്നെ പുലർത്തും, അവൻ നിന്നെ പുലർത്തും, അവൻ നിന്നെ നടത്തും. നീതിമാൻ ഒരു നാളും കുലുങ്ങിപ്പോകുവാൻ ദൈവം സമ്മതിക്കും. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമുക്ക് ദൈവകരത്തിൽ ഏൽപ്പിച്ചു. सत्य परमेश्वर हम आपका धन्यवाद करते हैं, सुंदर समय के लिए धन्यवाद. गीतों के द्वारा तेरी महिमा, तेरी आराधना करने के लिए तूने सहायता की, धन्यवाद. आगे की सेवकाई के लिए धन्यवाद. तेरी उचूरी में दासी को गवाह बोलने के लिए, वचन से बोलने के लिए तू हमें सहायता. हर एक बातों को आपके हाथों में आज हमारे साथ जुड़े हुए हर एक प्रियजनों के लिए धन्यवाद. प्रभु तो आशीष ഞങ്ങളെ ശ്രദ്ധിക്കുന്ന, ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും യേശുവിൻ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. പകൽക്കാല ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടുതൽ അനുഭവിക്കാൻ പറ്റും. കർത്താവിന്റെ ദാസിക്ക് ദൈവം ചെയ്ത ഉപകാരങ്ങൾ വർണ്ണിക്കുവാനുള്ള കൃപ നൽകണം. അതിനെ ശുശ്രൂഷിപ്പാനുള്ള ഇവനെ ബലപ്പെടും. അത്ഭുതം ദൈവം ചെയ്യും. परिशुद्धात्मा सगल नियंत्रण, पवित्रात्मा सारे नियंत्रण आप ही ले ले. आदर मान महिमा जलाल हम आपको देते हैं यीशु मसीह के नाम से, आमीन आमीन आमीन. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. परमेश्वर के अति पवित्र नाम की महिमा हो. आज सुबह के समय ആമേൻ, ഇന്ന് പകൽക്കാലം ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിനെ സ്തുതിപ്പാൻ, ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിപ്പാൻ ദൈവം ഒരുക്കി തന്ന വൻ കൃപയെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. आज इतवार के दिन ये सवेरे के समय खुदावन ने हमें यह सुंदर अवसर दिया कि उसकी हम स्तुति आराधना करें. इसके लिए मैं खूब आभारी हूँ खुदा का. ആമേൻ ഹല്ലേലൂയ. പിछले ആമേൻ കഴിഞ്ഞ ചില ദിവസങ്ങൾ, മാസങ്ങൾ ഹല്ലേലൂയ വലിയ വേദനയിലൂടെയും ദുഃഖത്തിലൂടെയും ഞങ്ങൾ കടന്നു പോകുവാനിടയായി തീർന്നു. पिछले कई दिनों से, पिछले कई महीनों से हम कई तरह के दुख और दर्दों से होकर हमें जाने के लिए हमें जाना हुआ. ആമേൻ ഹല്ലേലൂയ. എൻ്റെ ഭാര്യ
COVID-19 ബാധിച്ച് വലിയ ക്രിട്ടിക്കൽ അവസ്ഥയിലായിരുന്നു. ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിപ്പാൻ കർത്താവ് കൃപ നൽകിയത് ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. पिछले कई महीनों से मेरे मम्मी कोविड के वजह से क्रिटिकल अवस्था में थी. उन सभी से उसको खुदावन ने छुड़ाकर आज सवेरे के समय हम सभी के साथ आराधना करने के लिए उसने उनको ताकत दी है. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ദാസി നിങ്ങളോട് തൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുത സാക്ഷ്യം അനുഭവം वर्णिकुवान आग्रहिക്കുന്നു. आज सवेरे के समय उनकी ओर से उनके जीवन में जो अद्भुत कार्य जो हुआ है, जो चमत्कार हुआ है, वो आप लोगों के मध्य में वो बोलना चाहती है. आमीन, हालेलुया. सभा मध्य ഞാൻ നിന്നെ വാഴ്ത്തും. कलीसिया के सामने मैं तेरी महिमा करूंगा. आमीन, हालेलुया. സകല ജനത്തിന്റെ മുമ്പാകെ ഞാൻ നിന്നെ ഘോഷിക്കും. सारे जनता के समूह में तेरी घोषणा करूंगा. आमीन, हालेलुया. ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതത്തിൽ കേൾക്കുന്ന ഓരോരുത്തരുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായി മാറട്ടെ, വലിയൊരു അത്ഭുതമായി മാറട്ടെ, ഒരു വിടുതലായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. सुनने वाले हर एक के जीवन में ये बड़ी एक आशीष का कारण होने पाए, ये बड़ी चंगाई का कारण होने पाए, ऐसी दुआ है हमारी. आमीन, हालेलुയ. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന, ഞങ്ങളോടൊത്ത് ആരാധനയിൽ സംബന്ധിക്കുന്ന, ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഹല്ലേലൂയ, നിങ്ങൾ ഈ ലൈവ് വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് അത് എത്തിക്കുക. ഇത് അനേകർക്ക് വിടുതലായി തീരട്ടെ, അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. हमें यहाँ पर देखने वाले हम सभी आप सभी से विनती रहेगी, आप लोग अपने हर एक ग्रुप में ये शेयर करें ताकि ये जो भी ये सुनते हैं उनके जीवन में एक बड़े आशीष का कारण होने पाए. ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥനയോടെ നിങ്ങളായിരിക്കാം. ദൈവത്തിന്റെ കർത്താവിന്റെ ദാസി മുന്നോട്ട് കടന്നു വരും, തന്റെ അനുഭവ സാക്ഷ്യം വർണ്ണിക്കും. आइए हम सब ये प्रार्थना के साथ बैठे, वो आगे आएंगे और वो अपने साक्ष्य को बताएंगे. ആമേൻ. Praise the Lord. ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ ഇത്ര എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ ഇത്രത്തോളം എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ ഇത്രത്തോളം എന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ ഇത്രത്തോളം എന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനുമെൻ കുടുംബവും. ആമേൻ. താങ്ക് യു ജീസസ്. ഇത്ര സ്നേഹമെല്ലാം താൻ നേടുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. हालेलुया. थैंक यू जीसस. प्रेज गॉड. हालेलुया. परमेश्वर की नाम की महिमा हो. മാസത്തിന് ശേഷം ഇങ്ങനെ ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും എൻ്റെ ദൈവം അവസരത്തിനായി സ്തുതിക്കുന്നു ചെയ്യുന്നു. आमीन, हालेलुया. 2-3 महीने के बाद हम परिवार के साथ मिलकर प्रभु की स्तुति और आराधना करने में प्रभु ने हमारे जीवन में सहायता की. मैं प्रभु को धन्यवाद देता हूँ. എത്ര വർണ്ണിച്ചാലും അത് വരാത്ത ഒരു അനുഗ്രഹിക്കപ്പെട്ട വിടുതലാണ് എൻ്റെ ദൈവം എനിക്ക് എൻ്റെ ജീവിതത്തിൽ തന്നത്. आमीन. जितना भी हालेलुया हम बोलेंगे उतना कम है, जितना भी प्रभु की स्तुति करें उतना कम है. प्रभु ने उसी प्रकार मेरा जीवन में छुटकारा दी. കഴിഞ്ഞ ജൂലൈ മാസം 14-ാം തീയതി ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് എനിക്ക് ചെറിയ ടെമ്പറേച്ചറൊക്കെ ആയിട്ട് ഇവിടെ കിടന്നു. രാത്രിയായപ്പോൾ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് അവിടെ അഡ്മിറ്റ് ചെയ്തു.
आमेन हालेलुया। കഴിഞ്ഞ आमेन पिछले जुलाई महीना की 13 तारीख को आमेन दिन के समय ड्यूटी करके हॉस्पिटल में ड्यूटी करके शाम को वापस आए। तुरंत बुखार चढ़ी, उसके तुरंत बाद रात को हॉस्पिटल में आमेन दवाखाने में भर्ती किया गया। ദിവസം 15-ാം തീയതി അവിടുന്ന് അവരെ കോവിഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അവിടെ നിന്ന് വിട്ടു. ഞാനപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ കുടുംബമായിട്ട് ചെന്നാണ് കോവിഡ് ടെസ്റ്റിന് വേണ്ടി പോയത്. അവിടെ ചെന്ന് ഞങ്ങൾ ടെസ്റ്റ് ചെയ്തു. ഞങ്ങൾ 4 പേരുടെയും ടെസ്റ്റ് ചെയ്ത പോലെ ഞങ്ങൾ 4 പേരുടെയും അതിൽ 3 പേരുടെയും അവരുടെ മക്കളുടെ 2 പേരുടെയും പാസിൻ്റെയും നെഗറ്റീവായിട്ട് വന്നു. എന്നാൽ എനിക്ക് പോസിറ്റീവാന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ വെച്ച് എൻ്റെ മനസ്സിലേക്ക് വളരെ ഭീതി ഉണ്ടായെങ്കിലും थैंक यू जीसस हालेलुया। 15 तारीख को डॉक्टर ने कहा कि कोविड टेस्ट करना है। हम परिवार के साथ जाकर आमेन प्रेस रोड कोविड की टेस्ट कराया, लेकिन हालेलुया मेरी टेस्ट पॉजिटिव आ गया। आमेन हालेलुया। बाकी दिनों का नेगेटिव था। उस समय मेरे दिल पूरा टूट गया। അവിടുന്ന് ഞാൻ ജോലി ചെയ്ത ഹോസ്പിറ്റലിൽ വിളിച്ചു. അവരവിടെ ചെന്ന് അഡ്മിറ്റ് ആകാൻ പറഞ്ഞു. അവിടെ ചെന്ന് ഞാൻ അഡ്മിറ്റായി. उस समय डॉक्टर ने कहा कि मैंने कॉल किया हॉस्पिटल में और वहाँ डॉक्टर बुलाया और मुझे वहाँ पर एडमिट किया, दाखिल किया। അവിടെ ചെന്ന് അഡ്മിറ്റായി. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴുണ്ട് മോൻ്റെ ഫോൺ വരുന്നു. മമ്മി എനിക്ക് ടെമ്പറേച്ചറാണ്. ഞാൻ പറഞ്ഞു സാരമില്ല മോനെ, അത് സാധാരണയായിരിക്കും, ടെൻഷൻ അടിച്ചതായിരിക്കും നോക്കിയിട്ട് ഞാനതിൽ നിന്നു അങ്ങനെ കിടന്നു. ഞാൻ അവിടെ കിടന്നു. എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. വൈകുന്നേരം രാത്രിയിലായപ്പോൾ വീണ്ടും അവൻ്റെ ഫോൺ വന്നു. എനിക്ക് 103, 104 ഫീവറാണ്. എന്ത് വേണം മമ്മി ചെയ്യേണ്ടതെന്നുള്ളത്. मैंने उसी दिन आमेन हालेलुया सुबह के समय मुझे हॉस्पिटल में कोविड पॉजिटिव के कारण एडमिट किया और तुरंत बाद उसके रात को मेरे बेटे को बुखार चढ़ गया। 103, 104 बुखार आ गया और कम नहीं हो रहा था। तुरंत बाद उनको भी हॉस्पिटल में मेरे साथ दाखिल किया गया। അവിടുന്ന് പിറ്റേ ദിവസം അവനെ വന്നു കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും അവൻ്റെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും കുഞ്ഞ് ആകെപ്പാടെ ബോധം കെട്ട് വീണു. അവനെ ബാത്റൂമിൽ ചെന്ന് തല ഇറങ്ങി വീണ്. ഞാൻ ആകെ എന്തോന്നായി, എൻ്റെ ഹാർട്ട് റേറ്റ് എല്ലാം കൂടി. ഞാൻ വിചാരിച്ചു ഇവനെന്ത് സംഭവിച്ചെന്നുള്ള ഓർത്തുന്നാൽ ദൈവം അവിടെ വൻപരമായി ഇവിടെ നിന്നെല്ലാം കൊടുത്ത കുഞ്ഞിനെ അവിടെ കിടത്തി. പിറ്റേ ദിവസം അവൻ്റെ കോവിഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ അവന് പോസിറ്റീവാണ് വന്നത്. आमेन हालेलुया। उस दिन हालेलुया हॉस्पिटल में दाखिल किया और 2 दिन के बाद फिर मेरे बेटे का भी कोविड टेस्ट करने के बाद उनका भी पॉजिटिव आया। फिर हालेलुया कुछ दिन दोनों वहाँ पर दाखिल थे, हॉस्पिटल में दाखिल थे। അങ്ങനെ ഞങ്ങൾ അവിടെ കിടന്നു. ഞാൻ 5-6 ദിവസം, 5ാമത്തെ ദിവസം വരെ എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു. ടെമ്പറേച്ചറോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പെട്ടെന്ന് 6ാമത്തെ ദിവസം എനിക്കൊരു ശ്വാസം മുട്ടൽ പോലെ വന്ന ഓക്സിജൻ്റെ ലെവൽ കുറയാൻ തുടങ്ങി. അവിടുന്ന് ഓരോ റൂം മാറ്റി മാറ്റി ഓക്സിജൻ എടുക്കാൻ അവിടെ ഓരോ റൂമിലോട്ട് മാറ്റി ഞങ്ങളെ മാറ്റി. എന്നാൽ അവസാനം 8ാമത്തെ ദിവസം ലാസ്റ്റ് ഉച്ചയായപ്പോൾ 2 മണിയൊക്കെ ആയപ്പോൾ എന്നോട് പറഞ്ഞ് ICU കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ ICUവിൽ അവിടുന്ന് കൊണ്ടുപോയി. മോൻ മാത്രം റൂമിലായി. आमेन हालेलुया। एक सप्ताह ऐसा आमेन मैं और मेरा बेटा एक ही रूम में थे। कुछ 7 दिन के बाद मेरी ऑक्सीजन की लेवल कम हुआ। तुरंत बाद ऑक्सीजन देने शुरू हो गया, लेकिन उसके द्वारा आमेन हालेलुया ऑक्सीजन का लेवल बराबर नहीं होने पर उसी दिन शाम को ICU में शिफ्ट किया गया। അവിടെ ചെന്ന് ICUവിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്കൊന്നും അറിയില്ല. എന്നെ എന്ത് ചെയ്യുന്നു എനിക്കൊന്നും അറിയില്ല. എനിക്ക് ബോധമില്ലായിരുന്നു. എനിക്ക് തന്നെ അവിടുന്ന് അവർ പറഞ്ഞു മിഷൻ വെക്കണമെന്ന് പറഞ്ഞു. ഏത് മിഷൻ എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ആരോടും ചോദിച്ചില്ല. എൻ്റെ കുഞ്ഞ് മാത്രം താഴെയുണ്ട്. അവരെല്ലാവരോടും വിളിച്ച് പറഞ്ഞു എന്നെ ICU കൊണ്ടുപോയെന്ന് മാത്രം പറഞ്ഞു. आमेन हालेलुया। मेरा बेटा अकेला उस आमेन वार्ड में रूम में था और मुझे आमेन ICU में लेके गया और बाईपास में मुझे ऑक्सीजन की आमेन उस कमी को निकालने के लिए उस मशीन लगाया गया था। അവരന്ന് അവിടെ എന്നെ കിടത്തി എന്നെ മിഷൻ വെച്ചു. അത് കഴിഞ്ഞ് അവർ ചെയ്യേണ്ടതെല്ലാം ചെയ്തു. മൂക്കിൽ കൂടെ ട്യൂബ് ഇട്ടു. യൂറിൻ പോകാനുള്ള ട്യൂബൊക്കെ ഇട്ടു. എന്നിട്ടൊന്നും എനിക്കൊന്നും തന്നെ അറിയില്ല. എനിക്ക് എൻ്റെ ശാന്ത സ്വഭാവം എനിക്ക് അവിടെ തന്നെന്നറിയില്ല. എൻ്റെ ദൈവം അറിയില്ല. അവിടുന്ന് പെട്ടെന്ന് ക്രിട്ടിക്കൽ കെയറിൻ്റെ ഡോക്ടർ വന്നു. എനിക്കറിയത്തില്ല അയാൾ വന്ന് എന്ത് പറഞ്ഞെന്നറിയില്ല. 4 ഡോക്ടർ ഞങ്ങളുടെ നേഴ്സുമാരോടൊക്കെയും പറഞ്ഞത് ഈ സിസ്റ്റർ 2 ദിവസത്തിൽ കൂടുതൽ ജീവിച്ചിരിക്കത്തില്ല എന്നാണ് പറഞ്ഞത്. അവരാരും എന്നോട് പറഞ്ഞില്ല. आमेन हालेलुया। उसी दिन आमेन ICU में दाखिल किया। जैसे पाइप में आमेन हालेलुया मुझे रखा गया और डॉक्टर ने कुछ बातें की, मुझे मालूम नहीं था, लेकिन बाद में सिस्टर्स
नर्सेस लोग जो मुझे कहने लगा कि 2 दिन के बाद मैं रिप्लाई दूंगा, 2 दिन तक कि उसकी आशा है, 2 दिन के बाद कुछ बोल सकता है और तब तक कुछ बोल नहीं सकता, ऐसा डॉक्टर्स की जवाब थी। എനിക്കൊന്നും തന്നെ അറിയില്ല. ഞാൻ അവിടെ കിടന്നു. എനിക്കറിയത്തില്ല. എൻ്റെ ഓക്സിജൻ്റെ അത് കൂടുന്നുണ്ട്. ഉടനെ ഓക്സിജൻ ലെവൽ കുറഞ്ഞു പോവുക. എന്താണെന്ന് എനിക്കറിയത്തില്ല. അവിടുന്ന് 2-3 ദിവസം. അപ്പോൾ കുഞ്ഞിൻ്റെ വിവരം എനിക്കൊന്നും അറിയില്ല. ഞാൻ അവൻ്റെ കാര്യത്തിൽ എനിക്ക് യാതൊന്നും അറിയാതെ ഞാൻ അവിടെ ഇങ്ങനെ ടെൻഷൻ തന്നാൽ ദൈവം അവനെ അവിടെ കാത്തു പരിപാലിച്ചു. പനിയൊക്കെ ഉണ്ടായെങ്കിലും ദൈവം അവന് പൂർണ്ണമായ വിടുതൽ കൊടുത്ത് 10-15 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ഭവനത്തിലേക്ക് കടന്നു വരാനിടയായി. आमीन, हालेलुया। 10-15 दिन के बाद मेरे बेटे को छुटकारा दिया। बीच में कुछ बुखार की अवस्था था, लेकिन कोई खतरा होने से प्रभु ने मेरे बेटे को संभाला और तुरंत उनको हमें कोविड नेगेटिव होकर हमें आ गया। लेकिन मैं आईसीयू में उस बाईपप में मैं हालेलुया में एडमिट थी। 4 ദിവസം കഴിഞ്ഞ് വീണ്ടും ഡോക്ടർ വന്നിട്ട് എന്നോട് പറഞ്ഞു, സിസ്റ്റർ നിനക്ക് 4 ദിവസം കൂടി ഇത് കണ്ടിന്യൂസ് ഇതിട്ട് കിടക്കേണ്ടി വരും, അല്ലാന്നുണ്ടെങ്കിൽ നിനക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഡോക്ടറോട് എന്താ എനിക്കറിയത്തില്ല, ഞാൻ ആന്ന് പറഞ്ഞു. അങ്ങനെ 4 ദിവസം 5 ദിവസം എൻ്റെ കണ്ടിന്യൂസ് ഇത് അഴിക്കാതെ ഒന്നും ചെയ്യാതെ 5 ദിവസം എന്നെ ഭയപ്പെട്ട് അവിടെ കിടത്തി. എനിക്കൊന്നും തന്നെ അറിയില്ല. ഒരു ദിവസം തന്നെ എനിക്കറിയത്തില്ല, രാത്രിയായപ്പോൾ ഞാൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയിലായിരുന്നു. ഒരു 3:30 ആയപ്പോൾ അവിടെ ഒരു ക്രിസ്ത്യൻ നേഴ്സുണ്ട്, അവളെ വിളിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡ് ഫോൺ ചെയ്ത് എനിക്ക് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. आमीन, हालेलुया। 4-5 दिन के बाद आमीन, मुझे कोई आशा नहीं था और डॉक्टर्स को भी कोई आशा नहीं था। बाईपप चालू है, कुछ दिन ऐसा लगातार रखना होगा, मशीन में रखना होगा। डॉक्टर्स की हालेलुया मेरा राय वही था। लेकिन कुछ दिन के बाद मेरी हालत सुबह के समय, अर्ली मॉर्निंग के समय ऐसे हालत बहुत बिगड़ गया। मेरा श्वास बिल्कुल बंद हो रहा था। मुझे क्या हो रहा है मुझे नहीं मालूम था। और साथ में एक नर्स थी जो क्रिश्चियन थी, उनसे मैं कहा कि मेरे हस्बैंड को फ़ोन करो, मुझे प्रार्थना करवाना है। ആ സമയത്ത് തന്നെ അവൾ ഫോൺ വിളിച്ച് എനിക്ക് പ്രെയർ ചെയ്തു. ഞാനത് അങ്ങനെ എനിക്കറിയത്തില്ല, ഞാൻ അങ്ങനെ കിടന്നുറങ്ങി. നേരം വെളുത്തപ്പോൾ ഞാൻ മോനെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ സഹോദരങ്ങളെ എല്ലാവരും എനിക്ക് കാണണം. അങ്ങനെ എൻ്റെ സഹോദരങ്ങളെ എല്ലാവരെയും വിളിച്ച് അവർ വീഡിയോ കോളിൽ കണ്ടു. പിന്നെ ഞാൻ അതേ ധൈര്യത്തിൽ ഞാൻ അവിടെ കിടന്നു. आमीन, हालेलुया। उस दिन से सुबह के बाद मैं शांत सो गया। फिर उसके बाद मेरे भाई लोगों को, मेरे रिश्ते, मेरे सगा संबंधियों को सबको मैं कॉल करवाया। वीडियो कॉल में मैंने हालेलुया मैंने देखा, क्योंकि मैं अभी यहाँ इस जगत में रहने वाली नहीं, मैं अभी निकलने वाली हूँ। मेरा जीवन अभी चले जाएंगे। इसी बातों को रखते हुए मैं सबके साथ मैंने बातें की और मेरे डर चला गया। मैं ऐसे शांत वातावरण में उस बाईपप में उस मशीन में मैं रहा। അപ്പോൾ എൻ്റെ കൂടെ തന്നെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ചേച്ചി ഉണ്ടായിരുന്നു. അവർ അതുപോലെ അവസ്ഥയിലായിരുന്നാൽ മറ്റുള്ള നേഴ്സുമാരെല്ലാവരും പറയുന്നു, സിസ്റ്റർ നീ ഇത്രയും ശാന്ത സ്വഭാവമായിട്ട് കിടക്കുന്നത് നിനക്ക് ദൈവം നിനക്ക് അത്ഭുതകരമായ വിടുതൽ തരും എന്ന് അവരെപ്പോഴും പറയുന്നുണ്ടെന്നാൽ അവർ അതുപോലെ തന്നെ അങ്ങനെ കിടന്ന് ഭയങ്കര ടെൻഷനിലൊക്കെ. എന്നാൽ ഞാൻ എൻ്റെ മനസ്സിൽ ഒരു ടെൻഷനും എടുക്കാതെ ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് ദൈവം എനിക്കൊരു വിടുതൽ തരും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ അവിടെ കിടന്ന് ഞാൻ. आमीन, हालेलुया। नर्सेस लोग कहने लगा कि आप इतना शांत रहने के लिए परमेश्वर ने आपको अनुग्रह दिया है, प्रभु की करुणा है और प्रभु परमेश्वर आपको जल्द से जल्द छुटकारा देगा। इसी बात नर्सों की मुँह से सुनने पर आई। അന്നേരം അവിടുന്ന് കുറേ ദിവസം അവിടെ കിടന്ന് എങ്കിലും എനിക്ക് ഓക്സിജൻ്റെ ലെവൽ അങ്ങോട്ട് കൂടുന്നില്ല. അവർ പറയുന്നത് എന്ത് ചെയ്യണം എന്നല്ല. ഞാനൊന്നും പറയാതെ എല്ലായിടത്തും ലോകമെമ്പാടും എല്ലാ ദേവദാസിമാരും വിശ്വാസികളൊക്കെ എനിക്ക് വേണ്ടി അനേകം പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഫലമായി 15-20 ദിവസം ICU കിടക്കേണ്ടി വന്നു. അവിടെ തന്നെ ഫ്ലോറിലെ റൂമിൽ ഷിഫ്റ്റ് ചെയ്തു. ഓക്സിജൻ എടുക്കേണ്ടി വന്നുവെങ്കിലും ദൈവം ഇത്രത്തോളം വിടുതലോടും ആശ്വാസത്തോടും കൂടി കുടുംബമായ ദൈവത്തെ സ്തുതിപ്പാൻ എൻ്റെ ദൈവം എനിക്ക് തന്ന അവസരത്തിനായി സ്തുതിക്കുന്നു. हालेलुया। 10-15 दिन करीब ICU में उस बाईपप में उस क्रिटिकल कंडीशन में गुजरने के लिए प्रभु ने अनुग्रह दिया और उसके बीच में भी प्रभु की सामर्थ्य को समझने के लिए प्रभु सहायता किया। आमीन, हालेलुया। और प्रभु मुझे छुटकारा ICU से छुटकारा देकर 15 दिन के बाद आमीन, हालेलुया वार्ड में मुझे शिफ्ट होने के लिए प्रभु करवा दिया। लेकिन ऑक्सीजन का लेवल आमीन बिल्कुल नॉर्मल नहीं हुआ था और ऑक्सीजन लेते रहना पड़ा। फिर भी
उस खतरनाक अवस्था से, उस भयानक अवस्था से प्रभु ने मुझे छुटकारा दी। അന്ന് ഒരാഴ്ചത്തോളം അവിടെ ഫ്ലോറിൽ ഓക്സിജൻ എടുത്ത് ഓക്സിജൻ കടന്നുവെങ്കിലും എന്നോട് പറഞ്ഞു വീട്ടിൽ ഇനി ഓക്സിജൻ എടുക്കേണ്ടി വരുമെന്ന്. എന്നാൽ ഞാൻ ധൈര്യത്തോടുകൂടി അന്ന് കഴിഞ്ഞ മാസം 12-ാം തീയതി എനിക്ക് ഡിസ്ചാർജ് തന്നു. ഓക്സിജൻ ഒന്നും എടുക്കാതെ അവിടുന്ന് ഓക്സിജൻ ഇല്ലാതാണ് ഇവിടെ ഭവനത്തിൽ വന്നത്. വന്ന് ഡിസ്ചാർജായി ഭവനത്തിൽ വന്നു. കുറച്ച് ദിവസമൊക്കെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. आमीन, हालेलुया। वो एक सप्ताह उस उधर रूम में ऑक्सीजन के साथ रहा। फिर बाद में मेरा रिपोर्ट नेगेटिव आया, कोविड नेगेटिव रिपोर्ट आया। इसके बाद डॉक्टर ने मुझे वहाँ से डिस्चार्ज किया और ऑक्सीजन लेने के लिए डॉक्टर को कहा था, लेकिन मैंने कहा कि ऑक्सीजन अभी नहीं लेना ठीक है करके मैं इधर रूम पर मैं घर पर आया। कुछ दिन तक कोई दिक्कत नहीं था, कोई तकलीफ़ नहीं था, मैं ऐसे ऑक्सीजन बिना रहा। ഒരു ദിവസം വീണ്ടും ഞാൻ ഇവിടെ ഇരുന്നപ്പോഴാണ് എനിക്ക് വലിയൊരു ശ്വാസം മുട്ടൽ പോലെ തോന്നുന്നു. എൻ്റെ കണ്ണെല്ലാം മേപ്പോട്ട് പോയി. ഞാൻ ഈ ലോകത്തിൽ നിന്ന് വിട്ടു പോവാണെന്നുള്ള ഒരു അവസ്ഥയിൽ എനിക്ക് ആ സമയം തോന്നി. മോളടുത്തിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മോളോട് പറഞ്ഞു, മോളെ ഡാഡിയെ വിളി. അവൾ പറഞ്ഞു, എന്താ മമ്മി എന്ത് മമ്മി? ഒന്നുമില്ല. അവളെ വിളിച്ചോണ്ടിരുന്നപ്പോഴത്തേന് എനിക്ക് എന്തോ സംഭവിച്ചു. എൻ്റെ കണ്ണും കാലുമെല്ലാം ശരീരമെല്ലാം തളർന്നു പോന്നു. അപ്പോൾ അപ്പുറത്തെ റൂമിൽ താമസിക്കുന്നവർ ഓടി പോയപ്പോഴത്തേന് ഞാൻ ആകെ ഇതായി. പിന്നെ ആംബുലൻസ് വിളിച്ച് വീണ്ടും എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അവിടെ ചെന്നവർ പറഞ്ഞു വീണ്ടും എനിക്ക് ഓക്സിജൻ ഇടണമെന്ന്. आमीन, हालेलुया। एक हफ्ते के बाद तुरंत मेरी हालत और भी ज़्यादा बिगड़ गई। मुझे ऑक्सीजन नहीं मिल रहा था, मुझे श्वास ब्रीथिंग प्रॉब्लम ज़्यादा होने लगी और मेरी श्वास बंद हो रहा था। मेरी बेटी मेरे करीब थी और वो पूछने लगी क्या हुआ और जल्द से जल्द डैडी को बुलाओ, मुझे हॉस्पिटल जाना है। जल्द से जल्द पड़ोसी आए और तुरंत हॉस्पिटल से एम्बुलेंस बुलाया गया और एम्बुलेंस में मुझे दवाखाने वापस लेके गया। അവിടുന്ന് സി ടി സ്കാൻ എടുത്തപ്പോൾ അവരെല്ലാവരും പറയുന്നു വീണ്ടും എനിക്ക് ഓക്സിജൻ ഇട്ട് കിടത്തണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ വീണ്ടും തളർന്നു പോയി. എന്നാൽ ഇത്രത്തോളം വിടുതൽ തന്ന, മരണാവസ്ഥയിൽ നിന്ന് വിടുതൽ തന്ന കർത്താവ് വീണ്ടും എനിക്ക് വിടുതൽ തരുമെന്നുള്ള വിളിച്ച് വിശ്വാസത്തോടെ അവിടുന്ന് മേലെ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, നീ ഇവിടെ അഡ്മിറ്റ് ആകണ്ട, ഓക്സിജൻ്റെ ബോട്ടിൽ വീട്ടിൽ കൊണ്ടുപോയി ഓക്സിജൻ വീട്ടിൽ ചാലുവാക്കണമെന്ന് പറഞ്ഞു. हालेलुया। उस दिन में हॉस्पिटल में दाखिल किया और डॉक्टर्स ने कहने लगा, सब लोगों ने कहने लगा कि अभी इधर ऑक्सीजन चालू करके इधर एडमिट करना होगा। लेकिन मेरा विश्वास था कि इस खतरनाक भयानक अवस्था से जो प्रभु मुझे छुटकारा दिया, उस मृत्यु की तराई से मुझे छुटकारा दिया, वो परमेश्वर आज भी मुझे छुटकारा दे सकता है। आमीन, हालेलुया। और डॉक्टर्स ने कहा कि अभी इधर दाखिल होने की ज़रूरत नहीं है और आपको ऑक्सीजन का मशीन में दे रहा हूँ, आप घर पे ऑक्सीजन लेने के लिए आमीन चालू रखिए। आमीन, हालेलुया। आमीन। प्रभु की महिमा को मैंने फिर और भी छकने के लिए प्रभु ने अनुग्रह दिया। അങ്ങനെ കുറച്ച് ദിവസങ്ങൾ നിന്ന് വീണ്ടും എനിക്ക് ശ്വാസത്തിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. വീണ്ടും അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും എന്നാൽ എൻ്റെ ദൈവം ഇത്രത്തോളം ആയുസ്സോടും ആരോഗ്യത്തോടും കൂടി ദൈവങ്ങളുടെ മുമ്പിൽ ദൈവത്തെ സ്തുതിപ്പാനും കർത്താവിൻ്റെ പേരിൽ മുൻപോട്ട് ശോഭിപ്പാനും ദൈവം എന്നെ ഇത്രത്തോളം ഇടയാക്കി നമുക്കായി സ്തുതിക്കുന്നു. हालेलुया। फिर वहीं से लेकर करीब 1 महीने तक मुझे ऑक्सीजन के साथ मुझे जीना पड़ा, लेकिन पिछले 1 हफ्ते से मुझे ऑक्सीजन लेने की ज़रूरत नहीं पड़ी। कमज़ोरी है, निर्बलता है, फिर भी प्रभु के अनुग्रह से मैं थोड़ा सा चल रहा हूँ। अभी भी ब्रीथिंग प्रॉब्लम है क्योंकि मेरा लंग्स पूरा कंप्लीट फेल हो गया था। उसके बीच में से प्रभु ने मुझे छुटकारा दी। ജോലിക്ക് പോകാനൊന്നും സമയമായില്ല. പിന്നെ സി ടി സ്കാൻ ചെയ്തപ്പോൾ കഴിഞ്ഞ സി ടി സ്കാനിൽ 20% പോലും ഇതുവരെ റിക്കവറി ആയിട്ടില്ല. എന്നാൽ എൻ്റെ ദൈവം എനിക്ക് പൂർണ്ണമായും വിടുതൽ തരും, പൂർണ്ണമായും റിക്കവറി തരുമെന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. അതുപോലെ തന്നെ ദൈവം എന്നെ ഇത്രത്തോളം നടത്തി. ഇനിയും വീണ്ടും പെട്ടെന്ന് എനിക്ക് കൂടുതലായും കുറവ് മാറി എല്ലാം മാറി സന്തോഷത്തോടെ സമാധാനത്തോടു കൂടി കർത്താവിൻ്റെ വേല തികച്ചുകൊണ്ട് ഇരിപ്പാൻ, അതുപോലെ ജോലിക്ക് വേണ്ടി കടന്നു പോകാനൊക്കെ ദൈവങ്ങൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം, കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. മോളും ദാസനും ശരീരം ഇത്രത്തോളം വിടുതൽ കൊടുത്തു. യാതൊരു കുഴപ്പമില്ലാതെ ദൈവം കാത്തുപരിപാലിച്ചു. വലിയൊരു അത്ഭുതകരമായ വിടുതൽ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഭവനത്തിൽ ഞങ്ങൾക്ക് തന്ന വലിയവർക്കായി സ്തുതിക്കുന്നു. എന്നൊക്കെ ദൈവമക്കളെ ദേവദാസന്മാർ ലോകമെമ്പാടും എനിക്ക് വേണ്ടി വളരെയധികം കണ്ണുനീരോട് പ്രാർത്ഥിച്ചു. അവരോടൊക്കെയുള്ള എൻ്റെ നന്ദി സ്നേഹവും ഞാൻ അർപ്പിക്കുന്നു. आमीन, हालेलुया। इतने भयानक अवस्था से प्रभु ने मुझे और मेरे परिवार को छुड़ाया। इस हालेलुया खतरनाक जो वायरस जो कोविड-19 है,
आमीन कई लोगों की जीवन आमीन खो गया उसके द्वारा। आमीन हालेलुया। उसके बीच में प्रभु की अनुग्रह है। आमीन जब से ये विषय मैंने शेयर किया, प्रार्थना के लिए विनती की, आमीन विश्व भर की हर एक आमीन आमीन पवित्र परमेश्वर की संतान लोग, संत लोग, जो प्रेयर ग्रुप है, जो संगति है, हर एक विषयों में आमीन इस विषय को अपने हाथों की तरह उठाया और हमारे लिए प्रार्थना की। आमीन हालेलुया। प्रभु अपनी प्रार्थना सुनकर मुझे अब तक मुझे रखा, मुझे जिंदा रखा है और आगे में भी प्रभु की सेवा में पूरे सामर्थ के साथ बढ़ना है। और आमीन हालेलुया। अभी मैं नौकरी जा नहीं सकती, 2-3 महीने तक आमीन जा नहीं सकेगी, क्योंकि CT स्कैन की रिपोर्ट यह है कि अभी भी 20-30% ही ठीक हुआ है और भी काफ़ी लेंथ कंप्लीट ठीक होने में और भी समय लगेगा। और आप लोग की सारे लोगों की फिर से हम प्रार्थना चाहती हूँ। ഇതിൻ്റെ മിടുക്കോ സാമർഥ്യമൊന്നുമല്ല, എന്നാൽ എൻ്റെ കർത്താവിൻ്റെ വലിയ കൃപ മാത്രമാണ് എനിക്ക് ഇത്രത്തോളം ആശ്വാസവും ബലവും തന്നത്. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനെ കലഹവിൽ ആശ്രയിക്കുന്നല്ലോ എന്ന് വചനത്തിൽ പറയുന്ന പ്രകാരം ദൈവത്തിൽ ആശ്രയിച്ച് മുൻപോട്ട് ചെയ്യുവാൻ മക്കളുടെ പ്രാർത്ഥന അപേക്ഷിക്കുന്നു. ഞാൻ വാക്യം വായിച്ചുകൊണ്ട് ഇരുന്നുകൊള്ളാം. आमीन हालेलुया। मेरी कोई खूबी नहीं, मेरी लियाकत नहीं, मेरी कोई योग्यता नहीं, प्रभु के अनुग्रह, एकमात्र प्रभु के अनुग्रह, प्रभु के प्रेम, प्रभु की करुणा, प्रभु की दया के लिए मैं प्रभु को धन्यवाद देता हूँ। और आप सबको मेरी तहे दिल से मैं धन्यवाद देता हूँ, जो लोग मेरी इस विषय को उठाकर अपने हालेलुया विषय को समझ कर जो प्रार्थना में आमीन हालेलुया सहभागी की, जो सहभागिता की, जो संगति पाया, उस विषय को उठा प्रार्थना में हमारी मदद की, आप सबको तहे दिल से मैं हृदय की गहराई से मैं धन्यवाद कहता हूँ। आप सबको प्रभु बहुत आय से आशीष दे। और एक कलाम पढ़कर मैं बैठना चाहती हूँ। അതുപോലെ തന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചേച്ചി ഞങ്ങളുടെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. आमीन അവരുടെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. आमीन हालेलुया। उसी ഞങ്ങളുടെ प्रकार ജീവിതത്തിലൊരു ദുഃഖത്തിൻ്റെ അവസ്ഥയായിരുന്നു. आमीन उसी प्रकार मेरे साथ जो नौकरी करने वाली एक बहन थी, आमीन हालेलुया, वो भी मेरे साथ कोविड-19 के द्वारा एडमिट हुआ था, लेकिन कुछ दिन पहले इस जगत छोड़कर चला गया। हमें उस परिवार को भी आप अपनी प्रार्थना में याद रखिएगा और प्रार्थना में सहभागी करिएगा। വിവാഹം നയിക്കുന്നു. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവനെ എന്ത് ഉപകാരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രമെടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. मैंने कलाम में पढ़ना चाहता हूँ हालेलुया, प्रेज़ गॉड हालेलुया। भजन संहिता 116 का 13वीं कलाम हालेलुया। परमेश्वर ने मेरे लिए, यहोवा ने मेरे लिए किए हुए उपकारों को मैं कैसा वर्णन करूँगा, कैसा उसकी घोषणा करूँगा। मेरा उद्धार का कठोरा उठाकर मैं प्रभु की महिमा सदा करता रहूँगा। हालेलुया। प्रभु आप सबको बहुत आय से आशीष दे। हालेलुया आमीन हालेलुया। मेरे परिवार में प्रभु ने जो छुटकारा दिया है, ആമേൻ. എൻ്റെ ജീവിതത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ ദൈവം ചെയ്ത ഉപകാരങ്ങൾ, വിടുതലുകൾ, ദൈവത്തിൻ്റെ വലിയ महत्व ഒരിക്കൽ കൂടി രുചിച്ചറിയുവാൻ, परमेश्वर की महिमा को एक बार और चखने के लिए प्रभु ने हमारे जीवन में कृपा दिया. मैं प्रभु को धन्यवाद देता हूँ. हालेलुया. ദൈവത്തെ ആസ്തുതിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് അല്പസമയം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ചിന്തിക്കാം. കർത്താവ് എല്ലാവരെയും ധാരാളമായി സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. Thank you Jesus. Hallelujah. Praise God. Hallelujah. Thank you Jesus. Glory to God. Hallelujah. Oh glory to God. Hallelujah. ദൈവത്തിൻ്റെ കൃപ. ആമേൻ. ഹല്ലേലൂയ. परमेश्वर का कृपा एक ही है. प्रभु हमें छुटकारा देता है. प्रभु की अनुग्रह. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. परमेश्वर के कलाम में हम ऐसा पढ़ते हैं, ഞാൻ ജീവനോടെ ഇരുന്ന് നിന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കും. मैं जीवित रहकर तेरे साक्षी का कारण बनूंगा. ആമേൻ. ഹല്ലേലൂയ. ദാവീദ് പറയുന്നു, ഞാൻ ജീവനുള്ള കാലമൊക്കെയും നിന്നെ വാഴ്ത്തും. दाऊदियों कहता है, जब तक मैं जिंदा हूँ तब तक मैं उसके नाम की स्तुति ആമേൻ. करूंगा. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. യേശുവിനെ ഉയർത്തുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വ്യത്യസ്തമായ സാഹചര്യങ്ങളും വ്യത്യസ്തമായ അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ നൽകുന്നുണ്ട്. परमेश्वर की महिमा करने के लिए, परमेश्वर को और ऊंचा उठाने के लिए हमारे जीवन में वो कई तरह के आशीष, कई तरह की घटनाओं से वो हमें गुजरने देता है. ആമേൻ. ഹല്ലേലൂയ. ദൈവം ചെയ്ത ഉപകാരങ്ങൾ നാം ഇന്ന് ജീവനോടെ ഇരിക്കുന്നത് തന്നെ
ദൈവത്തിന്റെ കൃപയും മാത്രം. आज परमेश्वर ने हमारे जीवन में जो उपकार किए हैं वो अनगिनत है। आज जो हम आपके सामने जो जिंदा बैठे हैं वो भी उसका एक उपकार ही है। ആമേൻ. ഹല്ലേലൂയ. എൻ്റെ ഭാര്യയുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഉപകാരങ്ങൾ നിങ്ങൾ കേൾക്കുവാനിടയായി തീർന്നല്ലോ. मेरे मम्मी के जीवन में जो परमेश्वर का जो सबसे बड़ा जो उपकार है उन सब के बारे में आपको सुनने को मिला। ആമേൻ. ഹല്ലേലൂയ. ദൈവത്തെ കൊണ്ട് അസാധ്യമായത് ഒന്നുമില്ല. परमेश्वर से असंभव कुछ भी नहीं। ദൈവത്തിന്റെ ഡിക്ഷണറിയിൽ ആമേൻ ഹല്ലേലൂയ അസാധ്യം എന്നൊരു ശബ്ദമില്ല. खुदा के डिक्शनरी में असंभव नाम का शब्द है ही नहीं। ആമേൻ ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസമാണ് കർത്താവിലുള്ള നമ്മുടെ ആമേൻ ഹല്ലേലൂയ അചഞ്ചലമായ വിശ്വാസമാണ് ദൈവം നമ്മെ വിടുവിക്കുന്നത്. परमेश्वर के ऊपर हमारा जो अटूट जो विश्वास है वो हमें छुटकारे की ओर लेके चलता ആമേൻ है। ഹല്ലേലൂയ. റോമാലേഖനം 4-ാം അധ്യായത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ പഠിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. रोमियो की पत्री में 4थे अध्याय में हम कुछ बातें सीख सकते हैं। അവിടെ അബ്രഹാമിനെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് വിവരിക്കുന്നുണ്ട്. उधर अब्राहम के बारे में अपोस्तल पौलुस यहाँ यूं कहता है। പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്, അവൻ ആമേൻ ഹല്ലേലൂയ വൃദ്ധനായിട്ടും തൻ്റെ ഭാര്യയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വം മനസ്സിലാക്കിയിട്ടും തൻ്റെ നിർബലതയും തൻ്റെ ഭാര്യയുടെ ഗർഭപാത്രത്തിൻ്റെ നിർബലതയും മനസ്സിലാക്കിയിട്ടും ആമേൻ ഹല്ലേലൂയ അവൻ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ എന്ന് എണ്ണിക്കൊണ്ട് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ആമേൻ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. अब्राहम के बुढ़ापे में भी उसके बुजुर्ग अवस्था में भी उसने परमेश्वर पर अटूट विश्वास रखकर उनकी जो सहभागी थी उनके जो गर्भपात्र जो बंद था उस पर भी और तब भी और अब्राहम का जो बुजुर्ग था उसके वो बलहीनता में भी उसने जो परमेश्वर पर जो अटूट विश्वास रखा वो एक बड़ा उपकार का कारण बन गया। ആമേൻ ഹല്ലേലൂയ. നമ്മുടെ ദൈവം പ്രവർത്തിക്കുന്നത് ഏച്ചുകെട്ടി പ്രവർത്തിക്കുന്നവനല്ല. पर हमारा जो परमेश्वर जब कार्य करता है वो एक साथ अटूट होकर करता नहीं है। ആമേൻ ദൈവം ചെയ്യുന്നത് പുതുതായിട്ടാണ് ചെയ്യുന്നത്. परमेश्वर जब भी करता है कुछ नया करता है। ആമേൻ ഹല്ലേലൂയ. ഉള്ളതിൽ നിന്ന് ഏച്ചുകെട്ടുന്നവനല്ല എൻ്റെ ദൈവം. मेरा परमेश्वर ऐसा नहीं है जो है उसमें से उठाकर नहीं देता। ആമേൻ ഹല്ലേലൂയ. ചില സന്ദർഭങ്ങളിൽ നിന്നെ പരിപൂർണമായിട്ട് അങ്ങ് ശൂന്യമാക്കുന്നത്, നിന്നെ പൂജ്യമാക്കി എടുക്കുന്നത്, നിന്നിൽ നിന്ന് ചില പുതിയത് ഉൽപ്പാദിപ്പിക്കുവാൻ നിർമ്മിക്കുവാനായിട്ടാണ്. तेरे जीवन में कुछ समय में कुछ क्षणों में तेरे जीवन में तू कुछ अवस्थाओं से जब गुजरता है या गुजरती है वो इसलिए होता है ताकि परमेश्वर तुझे और नया बनाना चाहता है। ആമേൻ ഹല്ലേലൂയ. അത് ചിലപ്പോൾ നിന്റെ ആരോഗ്യത്തിലായിരിക്കാം. वो शायद तक तेरे अंदर होगा। तेरे आरोग्य में होगा वो शायद ചിലപ്പോൾ നിന്റെ കുടുംബ ജീവിതത്തിലായിരിക്കാം. शायद तक तेरे परिवार में होगा। ചിലപ്പോൾ നിന്റെ ജോലി മേഖലയിലായിരിക്കാം. शायद तक तेरे नौकरी स्थल में होगा। ചിലപ്പോൾ നിന്റെ ബിസിനസ് മണ്ഡലത്തിലായിരിക്കാം. शायद तक तेरे बिजनेस के जगह में होगा। ചിലപ്പോൾ നിന്റെ ശുശ്രൂഷ മണ്ഡലത്തിലായിരിക്കാം. शायद तक तेरे सेवकाई के मंडली में होगा। ചിലപ്പോൾ നിന്റെ സഭാ ജീവിതത്തിലായിരിക്കാം. शायद तक तेरे कलीसिया के जो जीवन है उसमें എവിടെയാണെങ്കിലും कहीं पे भी हो, ഏത് സാഹചര്യത്തിലാണെങ്കിലും, कोई भी अवस्था में क्यों ना हो, അവൻ ഏത് പരിസ്ഥിതിയിലാണെങ്കിലും, कोई भी परिस्थिति क्यों ना हो, അവിടെയെല്ലാം നിന്റെ വിശ്വാസം ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കണം. वहाँ सभी हर जगह पे तेरा जो विश्वास है वो अटूट और तेरे को धैर्य के दृढ़ता के साथ रहना है। മോശയുടെ മരണത്തിന് ശേഷം मूसा के मरण के बाद അവൻ യോശുവയെ ദൈവം തിരഞ്ഞെടുക്കുന്നു. योशुआ को परमेश्वर ने चुना। അവൻ യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ योशुआ का पुस्तक 1 अध्याय में जब हम पढ़ते हैं ദൈവം യഹോവയായ ദൈവം മോശ മരിച്ചു, യോശുവയെ ദൈവം തയ്യാറാക്കുകയാണ്. मूसा मर गया, यहोशू को परमेश्वर तैयार कर रहा है। ചില ഉത്തരവാദിത്തങ്ങൾ ദൈവം യോശുവയെ ഏൽപ്പിക്കുകയാണ്. कुछ जिम्मेदारियां परमेश्वर यहोशू को दे रहा है। ആമേൻ ഹല്ലേലൂയ. ഒന്നാമത് പറയുന്നത് എങ്ങനെയാണ്, നീ എൻ്റെ ന്യായപ്രമാണം വിട്ടെടുത്തോട്ടോ വലത്തോട്ടോ മാറരുത്.
पहली बात ऐसा बताते हैं, तू मेरे न्याय को छोड़कर और उधर इधर नहीं भटकेगा। എന്റെ വചനങ്ങളെ വിട്ട് നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത് मेरे वचन को छोड़कर तू उधर इधर दाएं बाएं नहीं എന്ന് घूमेगा। പറഞ്ഞാൽ വചനം നിന്നെ നടത്തുന്നത് പോലെ നീ നടക്കണം. इसका मतलब ये होता है, वचन तुझे जैसे लेके चल रहा है वैसे ही तुझे चलना है। അതുകൊണ്ടാണ് ദാവീദ് 119 സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു, इसलिए दाऊद 119वें भजन संहिता में यूं कहता है, നിന്റെ വചനം എന്റെ കാലിന് ദീപവും तेरा वचन मेरे पैर को दीप, ആമേൻ എന്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. मेरे रास्ते के लिए प्रकाश बनता है। ആമേൻ ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, मेरे को सुनने वाले मेरे प्रिय भाइयों और നമ്മുടെ बहनों, ജീവിതത്തിൽ ഒരു പ്രകാശവും ഒരു വെളിച്ചവും ആവശ്യമായിരിക്കുന്നു. हमारे जीवन में एक ज्योति और एक प्रकाश की जरूरत है। നിന്റെ വിശ്വാസ ജീവിതത്തിന്റെ നിന്റെ ജീവിത യാത്രയിൽ ഹല്ലേലൂയ നീ ഇരുട്ടിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ നീ തപ്പിത്തടഞ്ഞ് വീണു പോകുവാൻ സാധ്യതയുണ്ട്. तू अगर तेरे जीवन में अगर अंधकार की अवस्था से तू अगर गुजर रहा है, तेरे रास्ते में पूरा अंधकार है, तो तू वहां पे ठोकर खाकर गिरने की संभावना बहुत है। അപ്പോൾ ഇരുട്ടിൽ വീഴാതിരിക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, വചനം അത് ഇരുട്ടിൽ പ്രകാശിക്കുന്നു. अगर तुझे अंधकार में तू जब चल रहा हो, तब अगर तुझे नहीं गिरना है तो वचन यूं कहता है, अंधकार में ज्योति प्रकट करता है। ആമേൻ. ഈ ലോകത്തിന്റെ അന്ധകാരം, പാപത്തിന്റെ അന്ധകാരം, ആമേൻ, സ്വയത്വത്തിന്റെ അന്ധകാരം, ശാപത്തിന്റെ അന്ധകാരം എല്ലാം മനുഷ്യനെ അങ്ങ് മൂടിക്കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. इस दुनिया के अंधकार को, पाप का जो अंधकार है, श्रापों का जो अंधकार है, इन सभी के कारण लोगों को उसी के अंदर बांध के रखा हुआ है। ആമേൻ ഹല്ലേലൂയ. ആ ഇരുട്ടിൽ ഒരു വെളിച്ചം ഉദിക്കണം. वो अंधकार के अंदर एक ज्योति उत्पन्न होना है। ആമേൻ ഹല്ലേലൂയ. ഈ വചനത്തെക്കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 1:4 ഇങ്ങനെ പറയുന്നു, ആമേൻ ഹല്ലേലൂയ, അത് ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. यूना का सुसमाचार उसके पहले अध्याय के पहले वाक्य में ऐसा लिखा है, चौथे वाक्य में ऐसा लिखा है, ज्योति क्या था? വചനമേ ജീവൻ, ആമേൻ, വചനത്തിന് ജീവൻ ഉണ്ടായിരുന്നു, वचन को जीवन था, ആമേൻ, ആമേൻ ഹല്ലേലൂയ, അത് മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, वो मनुष्य का ज्योति था, ആമേൻ, അത് ഇരുളിൽ പ്രകാശിക്കുന്നു, वो अंधकार में प्रकाश बनता है, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. अंधकार उसको बांध नहीं पाया। ആമേൻ ഹല്ലേലൂയ. വചനത്തെ പിടിച്ചടക്കുവാൻ, വചനത്തെ പിടിച്ച് കെട്ടുവാൻ, വചനത്തെ ഒതുക്കിക്കളയുവാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും ഒരു ഇരുട്ടിന്റെ ശക്തിക്കും സാധ്യമല്ല. वचन को बांधने के लिए, वचन को पकड़ के रखने के लिए इस दुनिया के कोई भी अंधकार की ताकत को हो नहीं सकता। ആ വചനം നിന്റെ അകത്ത് ക്രിയ ചെയ്യുമ്പോൾ, वो वचन जब तेरे अंदर काम करेगा, तब അത് നീ വിശ്വസിച്ച് ഏറ്റെടുക്കുമ്പോൾ, जब तू उसको विश्वास कर जब उसको लेगा, അവൻ നിന്റെ ജീവിതത്തിലെ ഇരുട്ട് മാറിപ്പോകുവാനിടയായിത്തീരും. तेरे जीवन के अंदर जो अंधकार है वो दूर होने की അത് संभावना നിരാശയുടെ ഇരുട്ടായിരിക്കാം, वो निराशा का अंधकार हो അത് सकता है, അവൻ രോഗത്തിന്റെ ഇരുട്ടായിരിക്കാം, वो रोग का अंधकार होगा, ശായദ് ആമേൻ ആമേൻ ഹല്ലേലൂയ, ഒരുപക്ഷെ അത് ഭയത്തിന്റെ ഇരുട്ടായിരിക്കാം. शायद तक वो डर का अंधकार हो सकता है। എന്തു തന്നെയാണെങ്കിലും कुछ भी होने दो, മരണത്തിന്റെ ഇരുട്ടായിരിക്കാം, मरण का अंधकार भी हो सकता എന്ത് है, തന്നെയായിരുന്നാലും कुछ भी होने दो, ആ ഇരുട്ടിന്റെ മധ്യത്തിൽ वो अंधकार के मध्य में ഈ വചനം നിനക്ക് വെളിച്ചമായി വരും. ये वचन तेरा प्रकाश ഇത് നീ बनकर വിശ്വസിച്ച് चलाएगा। ഏറ്റെടുക്കണം. अगर तू ये विश्वास करेगा तो इसको अंदर की ओर अपने ऊपर അതുകൊണ്ടാണ് ले ले। യോശുവയോട് ദൈവം പറഞ്ഞത്, इसलिए यहोशू से परमेश्वर ने कहा, എന്റെ വചനം വിട്ട് നീ ഇടത്തോട്ട് വലത്തോട്ട് മാറരുത്. मेरे वचन को छोड़कर तो दाएं या बाएं नहीं ആ घूमेगा। വചനത്തിൽ കൂടെ തന്നെ നീ നടക്കണം. वो तो तुझे उस वचन के द्वारा ही चलना है। വലിയ ഒരു ഉത്തരവാദിത്തമാണ് ദൈവം യോശുവയ്ക്ക് കൊടുക്കുന്നത്. परमेश्वर ने यहोशू को बहुत बड़ी एक जिम्मेदारी दी है। ആമേൻ ഹല്ലേലൂയ. ഒരു ജനലക്ഷങ്ങൾ അടങ്ങുന്ന ഒരു ജനസമൂഹത്തെ നയിക്കണം. लाखों करोड़ों लाखों की जनसंख्या को उनको चलाना है। ആമേൻ. അവരെ നിശ്ചിതമായ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന, കാണിച്ചിരിക്കുന്ന ആ ദേശത്ത് കൊണ്ടെത്തിക്കണം. उनको जो देश दिखाया है, जो परमेश्वर ने जो वाचा दिया है, जिस देश के बारे में, उस देश में उनको पहुंचाना है.
ദൈവം ഏൽപ്പിച്ച ദൗത്യം യോശുവ അങ്ങനെ തന്നെ നിവർത്തിച്ചു. परमेश्वर ने यहोशू को जो दिया था, जो जिम्मेदारी दिया था, उसने ऐसा ही किया. ആമേൻ. മോശയിലൂടെ നമുക്ക് അത് തന്നെ കാണാൻ കഴിയും. मूसा के द्वारा भी हमें ऐसे ही देखने को मिलता है. മോശയെ ദൈവം സീനായ് പർവ്വതത്തിൽ വെച്ച് വിളിച്ച് ഒരു ദൗത്യം ഏൽപ്പിച്ചപ്പോൾ ആ ദൗത്യം ഏറ്റെടുത്ത് യോശുവ വരെ യോർദാന്റെ തീരം വരെ എത്തിക്കുവാൻ മോശയ്ക്ക് ദൈവം കൃപ കൊടുത്തു. सीनाई के पर्वत से लेकर परमेश्वर ने उसको जो आज्ञा दिया था, उसके वचन से आगे दाएं बाएं बिना मुड़े योर्दान नदी के पास पहुंचने तक योशुआ के हाथों में ये जिम्मेदारी पहुंचने तक परमेश्वर ने उसको कृपा दिया. അതുകൊണ്ടാണ് ഹല്ലേലൂയ മോശയെക്കുറിച്ച് വേദപുസ്തകം ആവർത്തന പുസ്തകം അവസാന അധ്യായത്തിൽ പറയും മോശയെ പോലെ ഒരു വിശ്വസ്തൻ പിന്നീടില്ലായിരുന്നു എന്ന്. तो इसलिए परमेश्वर के वचन में ऐसा लिखा हुआ है कि मूसा के बाद कोई भी विश्वास योग्य नहीं मिला. മോശയെ പോലെ വിശ്വസ്തൻ ആരില്ലായിരുന്നു. मूसा के समान विश्वास योग्य कोई नहीं था. മോശ ദൈവ ഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നു. मूसा हर एक स्थल में परमेश्वर के भवन में विश्वास योग्य था. ആമേൻ. ഇബ്രായ ലേഖനം 11 നമ്മൾ അങ്ങനെയാണ് വായിക്കുന്നത്. മോശ ദൈവ ഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നു. इब्रानियों की पत्री में 11वें अध्याय में हम ऐसा ही पढ़ते हैं, मूसा परमेश्वर के भवन में भी विश्वास योग्य था. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, मुझे सुनने वाले मेरे प्रिय भाई और ദൈവം നിന്നെ बहनों, ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത്, परमेश्वर ने तुझे जिस स्थान में रखा है, ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിൽ, तेरे हाथ में जो जिम्मेदारी परमेश्वर ने ദൈവം दी നിന്നെ है, ഹല്ലേലൂയ നിന്റെ കൈ തന്നിരിക്കുന്ന ആമേൻ ശുശ്രൂഷകളിൽ കൃപകളിൽ परमेश्वर ने तेरे जीवन में जो आशीष दी है, जो अभिषेक तेरे जीवन में जो दिया है, അതിനകത്ത് നീ വിശ്വസ്തയായിരിക്കണം. उसमें तुझे विश्वास योग्य बनकर ठहरना ആമേൻ. है. ഹല്ലേലൂയ. മോശയെ നോക്കുക. മോശയ്ക്ക് മനസ്സിലായി എന്റെ കാലത്തിന് ശേഷം മറ്റൊരുത്തിനെ വളർത്തിക്കൊണ്ടുവരണം. मूसा को पता चल गया, मूसा के उसके उम्र के बाद दूसरे एक जन को इसके इस स्थान में खड़ा करने के लिए लाना है. യോശുവയെ ദൈവം അതിനു വേണ്ടി ഒരുക്കിയെടുത്തു. यहोशू को परमेश्वर ने उसके लिए तैयार किया. അതിനു വേണ്ടുന്ന സകല കാര്യങ്ങളും മോശ ചെയ്തു കൊടുത്തു. उसके लिए जो भी चाहिए मूसा ने करके दिया. അതിനുവേണ്ടി മോശ യോശുവയെ യോഗ്യനാക്കി മാറ്റി. इसलिए मूसा ने यहोशू को योग्य बनाया. ഇന്ന് ഇതുപോലുള്ള അനേക ചില മോശമാരുണ്ട്. आज भी ऐसे कई तरह के मूसा है. വളർന്നു വരുന്ന യോശുവമാരെ ചവിട്ടിത്താഴ്ത്തി ഇല്ലാതാക്കി കളയുന്ന ഒരു പറ്റം മോശമാരുണ്ട്. कई सारे ऐसे भी मूसा है जो यहोशू जो बड़े हो रहे हैं, उन सभी को कुचल कर नीचे गिराने वाले ऐसे कई सारे मूसा भी है आज के. എന്നാൽ ഇസ്രായേൽ ജനത്തെ നയിച്ചു കൊണ്ടുവന്ന മോശ അപ്രകാരമുള്ള മോശയല്ല. लेकिन इस्राएल की जनता को जो लेकर आया था, जो आगे जो नायक बनकर जो आया था, वो मूसा ऐसा नहीं था. അവൻ ഒരു യോശുവയെ വളർത്തിക്കൊണ്ടുവന്നു. उसने एक यहोशू को बड़ा कर लेकर आया. ആമേൻ. ഹല്ലേലൂയ. എന്റെ കാലശേഷം ഈ ജനത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഒരു യഹോശുവ ആവശ്യമാണ്. मेरे समय के बाद इस्राएल की जनता को नायक बनने के लिए एक यहोशू की जरूरत है. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം അത് ഭയത്തോടും വിറയലോടും കൂടെ ഓരോ ഇടയന്മാരും അനുസരിക്കണം. परमेश्वर का जो भी वचन है वो हमें भय के साथ वो स्वीकार करना है. ആമേൻ. ഹല്ലേലൂയ. മോശയുടെ ഉത്തരവാദിത്തം കൂടുതലായിരുന്നു. मूसा का जिम्मेदारी ज्यादा थी. അതുപോലെ തന്നെ ഉത്തരവാദിത്തമുള്ളവനായി യോശുവയും മാറി. ऐसे ही उस जिम्मेदारी के साथ यहोशू भी आगे चलने लगा. എന്റെ മുമ്പിൽ എന്നേക്കാൾ യോശുവ വലുതാകരുത്, മുന്നോട്ട് പോകരുതെന്നുള്ള ചിന്തയല്ല മോശയുടെ ജീവിതത്തിൽ മനസ്സിലുണ്ടായിരുന്നത്. मूसा के जीवन में कभी भी ऐसा एक विचार नहीं आया कि यहोशू अगर मेरे समय के बाद आगे आएगा तो मुझसे बड़ा और ना हो. ऐसा कभी मूसा के जीवन में उसने कभी नहीं सोचा. അവൻ ആ യോശുവ വളരുവാൻ അനുവദിച്ചു. उसने यहोशू को बड़ा होने को दिया. ആ യോശുവയെ കൊണ്ട് ദൈവം ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ ഒരു തടസ്സമാകാതെ അവനെ മുന്നോട്ട് നയിക്കുവാനുള്ള സകല സാധ്യതകളും അവൻ മോശ തെളിയിച്ചു കൊടുത്തു. परमेश्वर यहोशू के द्वारा जो भी कार्य करवाना चाहता था, उन सभी के मध्य में विघ्न बने बिना मूसा उन सभी में उसकी सहायता करते हुए उसको आगे बढ़ाता रहा. അതുകൊണ്ടാണ് ദൈവം യോശുവയോട് ഇങ്ങനെ പറയുന്നു, इसलिए परमेश्वर यहोशू से यूं कहता है, ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ ഞാൻ നിന്നോട് കൂടെയും ഇരിക്കും. जैसा मैं मूसा के साथ था वैसा ही मैं तेरे साथ भी रहूंगा. ആമേൻ. ഹല്ലേലൂയ.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് വചനം പറയുന്നു, നീ എന്റെ വചനം വിട്ട് നീ ഇടത്തോട്ടോ വലത്തോട്ടോ നീ മാറരുത്. इसलिए वचन यो कहता है यहोशू से कि तू मेरे वचन को छोड़कर दाएं या बाएं नहीं जाएगा. അങ്ങനെ നീ പോയാൽ अगर तू ऐसा जाएगा तो അതിന്റെ താഴെ പിന്നെ എഴുതിയിരിക്കുന്നു, उसके नीचे यो लिखा है ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. एक इंसान भी तेरे सामने नहीं रहेगा. അവൻ ഒരു മനുഷ്യനും एक इंसान भी ഒരു മനുഷ്യനും एक इंसान भी ആരുമായിക്കൊള്ളട്ടെ कोई भी होने दो നിന്റെ നേരെ നിൽക്കത്തില്ല, तेरे सामने खड़ा नहीं നിന്റെ होगा. നേരെ നിൽക്കത്തില്ല. तेरे सामने खड़ा നീ नहीं ആ होगा. ദൈവകൃപയിൽ ആശ്രയിച്ച് മുന്നേറണം. तू उस परमेश्वर की अभिषेक के साथ तुझे आगे बढ़ना എന്ന് है. പറഞ്ഞാൽ ഒരു ശക്തിക്കും നിന്നെ കീഴടക്കി നശിപ്പിച്ച് കളയാൻ സാധ്യമല്ല. ऐसा बोले तो कोई भी शक्ति या कोई भी ताकत को उसको गिराने को नहीं पाएगी. മോശയെ പോലെ തന്നെ മറ്റുള്ളവരെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു പുതിയ നിയമത്തിലെ അപ്പോസ്തലനായ പൗലോസ്. मूसा के जैसा ही सभी अपने अपने चेलों को बड़ा कर साथ में रखकर बड़ा करने वाला है, ऐसे एक स्वभाव के साथ था नए नियम में पौलोस. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. പൗലോസ് തിമോത്തിയോസിനെ കണ്ടു, തിമോത്തിയോസിനെ തന്റെ കൂടെ ചേർത്തു. पौलोस तिमुथियुस को देखा, तिमुथियुस को अपने साथ रख लिया. അവന് വേണ്ടുന്ന ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കൊടുത്തു. उसको जो भी चाहिए था उपदेश और उसको जो भी रास्ता दिखाना था वो सब कुछ उसने दिखाया. ആമേൻ. അവനെ പക്വതയുള്ളവനാക്കി മാറ്റി. उसको एकदम न्यायपूर्ण बनाया. അവനെ ഇല്ലാതാക്കുവാനല്ല, उसको मारने के लिए नहीं. എന്നേക്കാൾ അവൻ വലിയവനാകരുതെന്നുള്ള ചിന്തയല്ല പൗലോസിനുണ്ടായിരുന്നു. पौलोस को ऐसा नहीं था कि वो मुझसे और बड़ा हो. ഇന്ന് പൗലോസിനെ പോലെ അഭിനയിക്കുന്നവർ ഒട്ടനവധിയുണ്ട്. ऐसे ही पौलोस के जैसे अभिनय करने वाले, नाटक करने वाले कई सारे लोग ആമേൻ. ഹല്ലേലൂയ. അങ്ങനെയുള്ള ഒരു നേതൃത്വം അല്ലായിരുന്നു പൗലോസിന്റേത്. ऐसा एक जिम्मेदारी नहीं थी पौलोस की. പൗലോസിന്റെ നേതൃത്വം എന്ന് പറയുന്നത് മറ്റുള്ളവരെ, തന്നേക്കാൾ താഴെയുള്ളവരെ, തന്നേക്കാളും ചെറിയവരെ വളർത്തിക്കൊണ്ടുവരിക, കൈത്താങ്ങ് കൊടുക്കുക എന്നുള്ളതായിരുന്നു. ऐसा स्वभाव नहीं था पौलोस का, लेकिन पौलोस का स्वभाव ऐसा बताता है कि उससे भी नीचे हो रहने वाले लोग, उसके चेलों को, उसके भक्तों को और भी आगे उससे भी ऊंचा करने की कोशिश वो दिन प्रतिदिन करता ആമേൻ. था. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലും हमारे जीवन में ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിലും परमेश्वर ने हमें जो जिम्मेदारी दी है മറ്റുള്ളവരെ വളർത്തിക്കൊണ്ടുവരുവാൻ, दूसरों को और बड़ा करने के लिए, മറ്റുള്ളവരെ തള്ളി താഴ്ത്തുവാനല്ല, दूसरों को ऐसे गिराने के लिए नहीं, അവരെ ഇല്ലാതാക്കുവാനല്ല, उनको मारने के लिए नहीं, അവരെ നശിപ്പിച്ചു കളയുവാനല്ല, उनको मारने के लिए नहीं. എന്നേക്കാൾ മുമ്പിൽ അവൻ പോകരുതെന്നുള്ള ചിന്താഗതിയല്ല. ऐसा सोचना ही नहीं है कि वो मुझसे आगे नहीं जाना അത് चाहिए. കർത്താവായ യേശു ക്രിസ്തുവിൽ നോക്കുക. हम परमेश्वर यीशु मसीह पर देखें. 12 പേരെയും കർത്താവ് തിരഞ്ഞെടുത്തു. 12 जनों को परमेश्वर ने चुना. 12 പേർക്കും നിർദ്ദേശം കൊടുത്തു. 12 जनों को निर्देश दिया. 12 പേർക്കും ദൈവം ആലയിലെ കർത്താവ് ആമേൻ ആലയിലെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അവരെ നിറച്ചു. परमेश्वर यीशु ने वो 12 जनों को परमेश्वर के अभिषेक के साथ भरा. 12 പേരെയും ആലയിൽ മറ്റു ഗ്രാമങ്ങളിലേക്ക് അയച്ചു. 12 जनों को अलग अलग गांवों में भेजा. അവരെ ഏൽപ്പിച്ച ദൗത്യം അവർ ചെയ്തു മടങ്ങി വന്നു. उनको जो जिम्मेदारी दिया था वो उन्होंने पूर्ति कर वापस आए. ആ ശിഷ്യന്മാരോട് തന്നെ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, उन्हीं चेलों से यीशु ने ऐसा कहा, നിങ്ങൾ ആലയിൽ എന്റെ കൽപ്പനകളെ കേട്ടനുസരിച്ച് ആലയിൽ ഇരിക്കുന്നുവെങ്കിൽ, अगर तुम मेरी आज्ञाओं को देखकर, सुनकर, पढ़कर और मानकर रहते हो तो നിങ്ങൾ എന്റെ സ്നേഹിതന്മാർ എന്ന് വിളിക്കപ്പെടും. तुम मेरे प्रिय ऐसे कहलाए जाओगे. നിങ്ങൾ എന്റെ സ്നേഹിതന്മാർ എന്ന് വിളിക്കപ്പെടും. तुम मेरे प्रिय ऐसे कहलाए जाओगे. ഞാൻ ചെയ്തതിനേക്കാൾ അധികമായത് നിങ്ങൾ ചെയ്യും. मैंने जो किया उससे भी अधिक तुम लोग करोगे. ആമേൻ. ഹല്ലേലൂയ. കർത്താവിന്റെ സ്വഭാവത്തെ ഒന്ന് നോക്കുക. परमेश्वर के स्वभाव को जरा हम देखें. കർത്താവിന്റെ സ്വഭാവത്തെ നോക്കുക. परमेश्वर के स्वभाव को हम നമ്മുടെ जरा देखें. യേശു ക്രിസ്തുവിന്റെ സ്വഭാവത്തെ ഒന്ന് നോക്കുക. परमेश्वर के स्वभाव को हम जरा ആ देखें. കർത്താവിന്റെ സ്വഭാവം, യേശു ക്രിസ്തുവിന്റെ ആ സ്വഭാവം നമ്മുടെ ഉള്ളിൽ വ്യാപരിപ്പാനിടയായി തീരട്ടെ. परमेश्वर के जो अंदर का जो स्वभाव, यीशु मसीह का जो स्वभाव है वो हमारे जीवन में कार्य करने അവൻ पाए. യേശുവിന്റെ സ്വഭാവം, यीशु का स्वभाव, യേശുവിന്റെ സ്വഭാവം എന്ന് പറയുന്നത് यीशु का स्वभाव मतलब മറ്റുള്ളവരെ തള്ളിക്കളയുന്നതല്ല,
दूसरों को गिराना नहीं, ഇല്ലാതാക്കുന്നതല്ല, मारना नहीं, മുക്കിക്കളയുന്നതല്ല, डुबाना नहीं, പോയത് പോട്ടെ എന്ന് വിചാരിക്കുന്നതല്ല. जो गया उसको जाने तो ऐसा नहीं, ഹല്ലേലൂയ. അവൻ പോയി മടങ്ങി വന്നതിനെ തള്ളിക്കളയുന്നതുമല്ല. जो वापस आए उसको गिराना भी नहीं. അവൻ ഹല്ലേലൂയ നഷ്ടപ്പെട്ടതിനെ തേടി ചെല്ലുന്ന, നഷ്ടപ്പെട്ടതിനെ കണ്ടുകിട്ടി തോളിലേറ്റുന്ന, അതിനെ മാറോട് ചേർക്കുന്ന ഒരു നിത്യ സ്നേഹം. जो खो गया है उसको ढूंढते हुए उसको ढूंढ निकाल कर अपने गले से लगाने वाला है वो मेरा परमेश्वर खुदा. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ യേശുവിന്റെ സ്വഭാവത്തിൽ നിലനിൽക്കാത്തതൊന്നും അവന്റേതല്ല. वो यीशु के स्वभाव में जो भी खड़ा नहीं रहता वो कुछ भी उसका नहीं है. ആമേൻ. മറ്റുള്ളവരെ തള്ളിക്കളയുന്ന, ഇല്ലാതാക്കുന്ന ഒരു പ്രവണത ഒരുവനിൽ ഉണ്ടെങ്കിൽ അവൻ യേശുവിന്റെ ശിഷ്യനല്ല. अगर दूसरे को गिराना या फिर दूसरों का नाश कर देना या फिर दूसरे को डुबा देना, ऐसा एक स्वभाव अगर किसी में है तो वो यीशु का शिष्य नहीं है. 3.5 വർഷക്കാലം യേശു 12 ശിഷ്യന്മാരെയും കൊണ്ട് നടന്നു. 3.5 साल तक पर यीशु अपने शिष्यों को लेकर चला. ആമേൻ. യൂദാ ഇസ്കറിയോത്ത് തന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് അറിഞ്ഞിട്ട് പോലും അവനെ തള്ളിക്കളയാതെ, ഇല്ലാതാക്കാതെ കൂടെ ചേർത്തു. इस्करियोती यहूदा ने जब उसको उन्हें पता था यीशु को कि ये मुझे धोखा देगा, मुझे अकेला कर देगा, तो भी उसने उसको छोड़ नहीं दिया, उसके साथ ही रखा. എന്നാൽ വചനം നമ്മെ ധൈര്യപ്പെടുത്തുന്നു. लेकिन वचन हमें दृढ़ करता है. ആരെല്ലാം തള്ളിക്കളഞ്ഞാലും, कोई भी हमें धोखा दे ഈ ലോകം നിന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും, अगर दुनिया है तुझे मारने की कोशिश करे, ലോകം നിന്നിൽ നിന്നെ നശിപ്പിച്ചാലും, पूरी दुनिया क्यों ना तेरा नाश कर दे, നിന്നെ വീണ്ടെടുക്കുന്ന, നിന്നെ നിലനിർത്തുന്ന ഒരു ദൈവമുണ്ട്, ഒരു യേശു ക്രിസ്തു ഉണ്ട്. അതിൽ നീ വിശ്വസിക്കുക. तुझे छुड़ाने वाला, तुझे बचाकर तुझे स्थिर रखने वाला एक यीशु है, ऐसा तू तेरे अंदर विश्वास ഈ रखना. ലോകം നിന്നെ തള്ളിക്കളഞ്ഞെന്നിരിക്കാം, भले तो पूरी दुनिया तुझे धक्का दे दे, ചിലപ്പോ സഭ നിന്നെ തള്ളിക്കളഞ്ഞെന്നിരിക്കാം, कभी ऐसा हो सकता है कि कलीसिया ने तुझे धक्का दे दिया, നീ നിൽക്കുന്ന പ്രസ്ഥാനം നിന്നെ തള്ളിക്കളഞ്ഞെന്നിരിക്കാം. तू जिस प्रस्थान में है उसने तेरे को निकाल दिया, ऐसा हो सकता है. അവൻ എന്ത് തന്നെയായിരുന്നാലും, कुछ भी होने दो. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, यीशु यो कहता है मैं तुझे कभी भी छोड़ूंगा नहीं, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. मैं तुझे कभी नहीं छोड़ूंगा. ഈ ലോകത്തിന്റെ അവസാനം വരെ, दुनिया के अंत तक, ഈ യുഗത്തിന്റെ അവസാനം വരെ ये युग के अंत तक ഞാൻ നിന്നോട് കൂടെയിരിക്കും. मैं तेरे साथ रहूंगा. അതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ പറയാം, इसलिए हम परमेश्वर को दृढ़ता के साथ कहें, ഞാൻ ജീവനോടെ ഇരുന്ന് मैं जीवित रहकर നിന്റെ സാക്ഷ്യങ്ങളെ വർണ്ണിക്കും. तेरे साक्षी को बताऊंगा. ഞാൻ ജീവനോടെ ഇരുന്ന് मैं जीवित रहकर ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ വർണ്ണിക്കും. तेरे साक्षी को ദൈവം बताऊंगा. നമുക്ക് ആയുസ്സും ആരോഗ്യം തന്നിരിക്കുന്നു. परमेश्वर ने हमें जीवन दिया है और आयुष दिया है. അനർത്ഥങ്ങൾ ആപത്തിൽ ദൈവം നമ്മെ വിടുവിച്ചിരിക്കുന്നു. हमें कई सारे दुर्घटनाओं से उसने हमें बचा ഒരു के रखा. ദിവസം കൂടി ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്നു. हमारे जीवन में एक और दिन दिया है, ഒരു വർഷം കൂടി കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നു. एक और साल हमारे जीवन में दिया ആ है. കർത്താവിനെ ഉയർത്തുവാൻ, वो उस परमेश्वर को ऊंचा करने ആ के लिए, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ उस परमेश्वर की स्तुति करने के നാം लिए മറന്നു പോകരുത്. हम भूले नहीं. നമ്മെ വിടുവിച്ച ദൈവത്തെ, हमें जो छुड़ाया നമ്മെ है, ഹല്ലേലൂയ നമ്മെ സൗഖ്യമാക്കിയ കർത്താവിനെ, हमें जो परमेश्वर ने छुड़ाया है, ഇതൊന്നും നമ്മുടെ കഴിവോ മിടുക്കോ ഒന്നുമല്ല. यह कुछ भी हमारा कोई भी बल नहीं है या फिर हमारी बुद्धि नहीं है, हमारी लायकात नहीं है. ആമേൻ. ഹല്ലേലൂയ. ഇപ്പോൾ ലോകത്തിൽ ഒട്ടനവധി മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. अभी दुनिया में कई सारी दवाइयाँ उत्पन्न हुई है. നമ്മുടെ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കുവാൻ ഒട്ടനവധി മെഡിസിനുകൾ, അതിനനുസരിച്ചുള്ള വിറ്റമിൻ പൗഡറുകളൊക്കെ നമുക്ക് മാർക്കറ്റിൽ കിട്ടും. अब इस समय में इस दुनिया में कई तरह के हमारे अंदरूनी ताकत को बढ़ाने के लिए कई तरह के दवाइयाँ उत्पन्न किए गए हैं. ആമേൻ. ഹല്ലേലൂയ. ഇതെല്ലാം നീ വാങ്ങി കഴിച്ചാലും, ये कुछ भी तू खा ले, എത്ര രൂപ നീ അതിന്റെ പുറകിൽ മുടക്കിയാലും, इसके लिए तो कितने भी पैसे खर्च कर ले, ദൈവത്തിന്റെ കൃപയില്ല എങ്കിൽ, अगर परमेश्वर की आशीष उसकी संगति तेरे अंदर नहीं है, ദൈവത്തിന്റെ കൃപ നിനക്കില്ലെങ്കിൽ, अगर परमेश्वर की कृपा तेरे में नहीं है, ദൈവത്തെ നീ ആരാധിക്കുന്നില്ലെങ്കിൽ, अगर तू यीशु की स्तुति नहीं करता है, അവൻ നിന്റെ ജീവിതത്തിന്റെ സകല യേശുവിനെ ഉയർത്താൻ നിനക്ക് സാധ്യമല്ലെങ്കിൽ, अगर तू अपने जीवन में एक बार भी परमेश्वर की महिमा करने के लिए तू योग्य नहीं है, അവൻ അവസരം ദൈവം തന്നിരിക്കുക. अब
वो तेरे को समय दिया है, അവസരം തന്നിരിക്കുകയാണ്. तेरे को एक मौका दिया है. അനേകർക്ക് അവസരങ്ങൾ നഷ്ടപ്പെട്ടപ്പോൾ, कई सारों का मौका जब गुजर गया, അനേകരുടെ ജീവിതം നഷ്ടപ്പെട്ടപ്പോൾ, कई सारों का जीवन जब गुजर गया, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, मुझे सुनने वाले मेरे प्रिय भाई और എനിക്കും बहनों, നിനക്കും ദൈവം ഒരു അവസരം കൂടി തന്നിരിക്കുന്നു. मुझे और तुझे एक मौका परमेश्वर ने दिया है. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ സാഹചര്യത്തിലോ, हम जो खाते हैं वो खाने के अवस्था में നാം नहीं, കഴിക്കുന്ന മരുന്നിന്റെ ബലമാണോ, हम खाने वाले दवाई के बल है क्या, നാം ജോലി ചെയ്ത അല്ലെങ്കിൽ നാം അഡ്മിറ്റ് ആയ ഹോസ്പിറ്റലിന്റെ മഹത്വമാണോ, हम जो नौकरी किए या फिर हम जो हॉस्पिटल में जो एडमिट हुए थे, जो दाखिल हुए थे, क्या उसकी ताकत है, നാം ചെലവാക്കിയ പണമോ അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തികമായ കഴിവുകളോ മിടുക്കുകളോ ഒന്നുമല്ല. हमारा जो भौतिक जो ताकत है या फिर हमारे अंदर हमारे पास जो पैसे जो हमने खर्च किया है, उन सभी की किसी की भी ताकत नहीं है. ആമേനാലെ ദൈവത്തിന്റെ കൃപയൊന്നു മാത്രം, सिर्फ और सिर्फ परमेश्वर की कृपा के कारण है. ദൈവത്തിന്റെ കൃപ ഒന്ന് മാത്രം. परमेश्वर की कृपा एक ही അതുകൊണ്ട് है. പൗലോസ് ഇങ്ങനെ പറയുന്നു, इसलिए पौलुस यूं कहता है, ഞാൻ പ്രശംസിക്കുന്നുവെങ്കിൽ अगर मैं प्रशंसा करूं तो ആ ക്രൂശിൽ ഞാൻ പ്രശംസിക്കും. वो क्रूस की प्रशंसा ഞാൻ करूं. പ്രശംസിക്കുന്നുവെങ്കിൽ अगर मैं प्रशंसा करूं तो ഞാൻ നേരിടുന്ന എന്റെ കഷ്ടങ്ങളിൽ ഞാൻ പ്രശംസിക്കും. मैं जिस दुर्घटनाओं से जिस तकलीफों से गुजर रहा, उस तकलीफ में स्तुति करूंगा. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, परमेश्वर की महिमा करने, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, परमेश्वर की महिमा करने, മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരായിട്ടല്ല, इंसानों को खुश करने वाला नहीं, മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരായിട്ടല്ല. इंसानों को खुश करने वाला नहीं. പൗലോസ് ഇങ്ങനെ പറയുന്നു, पौलुस यूं कहता है, ഞാൻ ഇപ്പോഴും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ मैं अभी भी इंसान मनुष्य को प्रसन्न करने के लिए खड़ा हूँ. ദൈവത്തിന്റെ സ്നേഹം എന്നിലില്ല. परमेश्वर का प्रेम मुझ में नहीं है. ഞാൻ ദൈവത്തിന്റെ ദാസനായിരിക്കാൻ ഞാൻ യോഗ്യനല്ല. मैं परमेश्वर का दास बनने के योग्य नहीं हूँ. ഇന്ന് അനേകർ आज कई लोग, ആമേൻ, നിൽക്കുന്ന സംഘടനയെ പ്രസാദിപ്പിക്കുവാൻ, कई सारे लोग अब उनको जो ऑर्गेनाइजेशन में है उसको खुश करने के लिए, തന്റെ മുകളിലുള്ള മറ്റുള്ളവരെ സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്നവരെ പ്രസാദിപ്പിക്കുവാൻ, वो जिस स्थान में है वो उनके ऊंचे स्थान में जो बैठे हैं उनको खुश करने के लिए, അല്ലെങ്കിൽ സ്വന്തം പേര് നിലനിർത്തുവാൻ नहीं तो अपना खुद का नाम खड़ा करने के लिए ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു. आज कई सारे लोग कर रहे हैं. ദൈവത്തിന് അതിൽ പ്രസാദമില്ല. परमेश्वर को उसमें कोई भी ദൈവത്തിന് प्रसन्नता അതിൽ नहीं है. പ്രസാദമില്ല. परमेश्वर को उसमें कोई भी प्रसन्नता नहीं है. നോഹയുടെ കാലശേഷം नूह के काल के बाद അവൻ ജനം വർദ്ധിച്ചു. जनसंख्या बढ़ी. ബാബേൽ എന്ന് പറയുന്ന ആമേനാൽ ഒരു സ്ഥലത്ത് बाबेल नामक एक जगह पर അവർ വലിയ ഒരു ഒരു ഗോപുരം പണിതു. बाबेल नामक जगह पर एक बड़ा सा गोपुर बनाया, ഗുമ്മട്ട് ബനായ. एक गुम्मट बनाया. മനുഷ്യർ എല്ലാ സമയത്ത് മനുഷ്യർക്ക് എല്ലാവർക്കും ഒരേ ഭാഷയും ഒരേ വേഷവുമായിരുന്നു. सभी के अंदर पर हर एक जनता के बीच में एक ही भाषा, एक ही लिखान थी. ആമേൻ ഹല്ലേലൂയ. അവർ ഒരുമിച്ച് നിന്ന് ഒരു വലിയ ഒരു ഗോപുരം പണിതു. सब लोग साथ में रहकर एक बड़ा सा गुम्मट बनाया. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, उन्होंने ऐसा कहा, വരുവിൻ നമുക്കിത് പണിതെടുക്കാം. आओ हम सब मिलकर इसको बनाए, അവൻ നമ്മുടെ പേര് നിലനിർത്താൻ. हमारा नाम बनाने के लिए. ആമേൻ. എന്നാൽ സ്വർഗ്ഗത്തിലെ ദൈവം അത് കണ്ടു. लेकिन स्वर्ग में जो बैठे थे हमारे खुदा ने उसको देखा. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, आज मुझे सुनने वाले मेरे प्रिय भाई और बहनों, നിന്റെ പേര് നിലനിർത്താൻ നീ എന്തെങ്കിലും ചെയ്താൽ तू अपना नाम रखने के लिए अगर कुछ भी करेगा तो ദൈവം അതിനെ കലക്കി കളയും. परमेश्वर उसको गिरा देगा. ആമേൻ ഹല്ലേലൂയ. അവിടെ ദൈവം അവരുടെ ഭാഷ കലക്കി കളഞ്ഞു. परमेश्वर ने वहाँ पे उनकी भाषाओं को बदल दिया, തിത്തർ വിത്തർ കിയ. तितर बितर कर दिया. ആമേൻ. അവരുടെ ഭാഷയെ കലക്കി കളഞ്ഞു. उनकी भाषाओं को पूरा तितर बितर कर दिया. നിന്റെ പരിശ്രമത്തെ നിന്റെ പേര് നിലനിർത്താനാണ് നീ ചെയ്യുന്നതെങ്കിൽ तेरे परिश्रम को तूने जो मेहनत की है तेरा नाम खड़ा करने के लिए किया है, तो കർത്താവിന്റെ നാമം എടുത്തുകൊണ്ട് परमेश्वर का नाम लेकर നീ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും तू जो भी कार्य करेगा ദൈവനാമത്തിന്റെ മഹത്വത്തിനല്ലെങ്കിൽ, परमेश्वर की महिमा के लिए नहीं है, तो ആമേൻ, നിന്റെ പേര് നിലനിർത്താനാണെങ്കിൽ अगर तेरा नाम रखने के लिए है तो അത് നിന്റെ കുടുംബമാകാം, वो तेरा कुटुंब हो सकता है, നീ പണിതെടുക്കുന്ന കെട്ടിടങ്ങളാകാം, तू
बनाने वाला बिल्डिंग होगा, നിന്റെ പ്രസംഗമാകാം, तेरा प्रचार होगा, നിന്റെ ശുശ്രൂഷകളാകാം, तेरे सेवकाई होगी, നിന്റെ സകല പരിപാടികളെയും तेरे हर एक कार्य को നിന്റെ പേര് നിലനിർത്താനാണെങ്കിൽ अगर तेरा नाम रखने के लिए എന്റെ है, ദൈവം അത് കലക്കിക്കളയും. मेरा परमेश्वर उसको എന്റെ घुमा ദൈവം അത് देगा, കലക്കിക്കളയും. मेरा परमेश्वर उसको तितर എന്നാൽ बितर വചനം कर പറയുന്നു, देगा। लेकिन वचन कहता है അവൻ കലക്കത്തിന്റെ ദൈവമല്ല. वो तितर बितर का परमेश्वर नहीं है। എന്നാൽ ആ ദൈവത്തിന് പ്രസാദമില്ലാത്തത് കാണുമ്പോൾ अगर परमेश्वर का जो प्रसन्न नहीं करने वाली वस्तु वो देखेगा, ദൈവം അതിൽ മേൽ തന്റെ न्याയം വിധിക്കും, परमेश्वर अपना न्याय उतर തന്റെ പ്രവൃത്തി करेगा, വെളിപ്പെടുത്തും. परमेश्वर अपना न्याय അവൻ उतर ആർക്കും करेगा। കടക്കാരനല്ല. वो किसी को उधारक नहीं है, ആമേൻ ഹല്ലേലൂയ. അവൻ ആർക്കും കടക്കാരനല്ല. वो किसी का उधारक नहीं है। ആമേൻ ഹല്ലേലൂയ. നമ്മുടെ കർത്താവിനെ നമുക്ക് ഉയർത്താം. आइए हम अपने परमेश्वर के ऊंचा करें, യേശുവിന്റെ നാമം മാത്രം നമുക്ക് ഉയർത്താം. आइए हम परमेश्वर का नाम ऊंचा ദൈവം करें। നമ്മുടെ ജീവിതത്തിൽ ചെയ്ത സകല ഉപകാരങ്ങളെ നമുക്ക് വർണ്ണിക്കാം. यीशु ने हमारे जीवन में जो बड़े बड़े कार्य किए हैं, जो बड़े बड़े उपकार किए हैं, उन सभी को हम स्तुति करें। ആമേൻ ഹല്ലേലൂയ. ആ യേശുവിനെ ഉയർത്താം. आइए हम उस परमेश्वर की स्तुति നമ്മുടെ करें। ജീവിതത്തിന്റെ എല്ലാ സാഹചര്യത്തിലും आइए हम अपने मन में हमारे जीवन में हर एक अवस्था में ഇന്ന് പകൽക്കാലം എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയരെ, हमें सुनने वाले मेरे प्रियो, ഇന്ന് ഏത് സാഹചര്യത്തിൽ കൂടെയാണ് നീ കടന്നു പോകുന്നത്? तो कोई भी अवस्था से होकर क्यों ना गुजर रहा हो आज, ഒന്നാമത് കർത്താവ് നിന്നോട് ഇങ്ങനെ പറയുന്നു, पहली बात परमेश्वर यूं कहता है, എന്റെ വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. मेरे वचन छोड़कर दाएं या बाएं ना चलना। രണ്ടാമത് കർത്താവ് ഇങ്ങനെ പറയുന്നു, दूसरी बात यूं कहता है, മോശെ തന്റെ ദൈവഭവനമൊക്കെ വിശ്വസ്തനായിരുന്നത് പോലെ जो अपने मूसा जो अपने परमेश्वर के भवन में जैसा विश्वसनीय था, അവൻ ഉസി പ്രകാർ അവൻ അല്ലെ അതുപോലെ നീയും വിശ്വാസയോഗ്യതയുള്ളവനായിരിക്കുക. उसी प्रकार तू भी विश्वसनीय बनकर रहना, നീ വിശ്വസ്തയായിരിക്കുക, तो विश्वास योग्य बनकर रहे, വിശ്വസ്തനായിരിക്കുക. तो विश्वसनीय बना रहे। ആമേൻ ആമേൻ. അങ്ങനെ നീ ചെയ്താൽ अगर ऐसा तू करेगा या करेगी, ദൈവത്തിന്റെ വചനം परमेश्वर का वचन നിന്റെ കാലിന് പ്രകാശം, तेरे पाँव को प्रकाश, നിന്റെ വഴിക്ക് വിളക്കുമായി മാറും. तेरा रास्ते का दीप बनकर रहेगा। അവൻ ഒരു മനുഷ്യൻ നിന്റെ നേരെ നിൽക്കുകയില്ല, कोई इंसान तेरे सामने खड़ा नहीं ഒരു होगा, ശക്തിക്കും നിന്നെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. तो ताकत तेरे सामने, മഹത്വപ്പെടുത്തുന്നവനായി മാറണം. तो परमेश्वर को महिमा करने वाला बनकर रहना है। മരുഭൂമിയിൽ മോശ സർപ്പത്തെ ഉയർത്തിയതുപോലെ रेगिस्तान में जब मूसा ने जब सर्प को उठाया, ഉസി പ്രകാർ അങ്ങനെ തന്നെ उसी प्रकार നിന്റെ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യത്തിലും तेरे जीवन के हर एक अवस्था में, നിന്റെ മരുഭൂയാത്രയിൽ तेरे मरुभूमि के जगह में भी, रास्ते में भी, നിന്റെ ജീവിതയാത്രയിൽ तेरे जीवन की यात्रा में भी, നിന്റെ വിശ്വാസയാത്രയിൽ तेरे विश्वास की यात्रा में भी യേശുവിനെ ഉയർത്തണം. यीशु को ऊंचा करना है, യേശുവിനെ ഉയർത്തണം. यीशु को ऊंचा करना है। 115 സങ്കീർത്തനം 11 വാക്യം ഇങ്ങനെ വായിക്കുന്നു, 115वें भजन संहिता में उसका पहला वचन यूं कहता है, ഞങ്ങൾക്കല്ല യഹോവേ ഞങ്ങൾക്കല്ല, मेरे लिए नहीं खुदा, मेरे लिए नहीं, നിന്റെ നാമത്തിന് തന്നെ നിന്റെ മഹത്വം വെളിപ്പെടുത്തണമേ. तेरे नाम के लिए तेरी महिमा को प्रकट നമ്മുടെ कर। ഓരോ വാക്കിലും, हमारे हर एक वचन में, നമ്മുടെ ഓരോ പ്രാർത്ഥനയിലും, हमारे हर एक प्रार्थना में, ജീവിതത്തിന്റെ ഓരോ ഓരോ മിനിറ്റ് ഓരോ സെക്കൻഡിലും हमारे जीवन के हर एक सेकंड में ആമേൻ നാം കർത്താവിനെ മഹത്വപ്പെടുത്തുന്നവരായി മാറും. हमें परमेश्वर की स्तुति करने वाला बनकर നമ്മുടെ रहता है। കഴിവും എടുക്കൊന്നുമല്ല പ്രിയരെ. हमारी कोई लायकात नहीं, ആമേൻ ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപയൊന്നു മാത്രം. परमेश्वर की एक कृपा के ദൈവം कारण നമുക്ക് ഒരു ദിവസം കൂടി തന്നിരിക്കുന്നു, परमेश्वर ने हमारे जीवन में एक और दिन दिया ഒരു है, വർഷം കൂടി ദൈവം തന്നിരിക്കുന്നു, एक और साल दिया है, ഒരാഴ്ച കൂടി തന്നിരിക്കുന്നു, एक और हफ्ता ഒരു दिया മാസം है, കൂടി एक തന്നിരിക്കുന്നു. और महीना दिया है। ദൈവം എത്ര ദിവസമാണോ ദൈവം തന്നിരിക്കുന്നത്, जितना भी दिन परमेश्वर ने हमारे जीवन में दिया है, ദൈവത്തെ ഉയർത്തുവാൻ, आज हम परमेश्वर को उठाए, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, परमेश्वर को ऊंचा करने, യേശുവിനെ ഉയർത്തുവാൻ परमेश्वर को ऊंचा करने, നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. परमेश्वर के जीवन हम अपने आप को समर्पण നമുക്ക് करें। ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. आइए हम सभी मिलकर परमेश्वर की हम स्तुति प्रार्थना। करें। आइए हम प्रार्थना करें। Hallelujah. Thank you, Jesus. Hallelujah. Thank you, Lord. Hallelujah. Thank you, Jesus. Hallelujah. നമ്മുടെ ജീവിതത്തെ പരിപൂർണമായ ദൈവകരത്തിൽ ഏൽപ്പിച്ചു കൊടുത്താൽ आइए हम अपने जीवन को पूरी तरह से परमेश्वर के हाथों में सौंप दें। പ്രഭുസെ പോലെ കർത്താവിനോട് പറയാം, നിന്റെ വചനത്തിൽ നിലനിൽപ്പാൻ, तेरे वचन में रहने के लिए, നിന്റെ വചനം കേൾക്കുന്നവരായി മാത്രമല്ല तेरे वचन को सिर्फ सुनने वाला नहीं, അതിൽ നടക്കുന്നവരായി തീരുവാൻ, उसको देख उसमें चलने वाला बनकर, അതനുസരിക്കുന്നവരായി മാറുവാൻ, उसको मानने वाला बनकर, യോശുവയെ പോലെ यहोशू के समान വചനത്തിൽ ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ वचन से उधर इधर ना होकर ആ വചനത്തിൽ തന്നെ നിലനിൽപ്പാൻ उस वचन में ही रहने के लिए
വിശ്വസ്തരായിരിക്കാൻ विश्वसनीय बनकर रहने के लिए കർത്താവ് നീ എനിക്ക് കൃപ തരണം. परमेश्वर तो मुझे कृपा दे। നിന്റെ കൃപ നിന്റെ മേൽ പകരണം. तेरी कृपा हमारे ऊपर होंगे। हालेलुया हालेलुया हालेलुया. धन्यवाद यीशु तेरा नाम आमीन. Thank you. सबसे ऊंचा है। यीशु तेरा नाम सबसे ऊंचा है. जिस नाम में है मुक्ति, जिस नाम में है शक्ति, जिस नाम में है शांति, देता वो नाम चंगाई। जिस नाम में है बंदगी यीशु है वो नाम. जिस नाम में है जिंदगी, यीशु है वो नाम यीशु तेरा नाम सबसे ऊंचा है। യേശുവിന്റെ നാമം മാത്രം ഉയർന്നത്. यीशु तेरा नाम ആമേൻ. ഹല്ലേലൂയ. सबसे ऊंचा है। यीशु तेरा नाम सबसे ऊंचा है। हालेलुया. यीशु तेरा नाम सबसे ऊंचा है. हालेलुया हालेलुया हालेलुया. ग्लोरी हालेलुया. स्वर्गीय पिता परमेश्वर, हम आपका धन्यवाद करते हैं प्रभु जी, सुंदर सुबह के समय पर आपके चरणों पर आने के लिए, गीतों के द्वारा तेरी महिमा स्तुति करने के लिए, गवाही के द्वारा तेरी नाम को उठाने के लिए, भजन के द्वारा हमारे तेरे नाम को ऊंचा करने के लिए प्रभु तो हमारे जीवन में देव सुंदर अवसर के लिए धन्यवाद. കർത്താവേ, ഇന്ന് പകൽക്കാലം അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ, പാടുവാൻ, സ്തുതിക്കുവാൻ, സാക്ഷ്യത്തിൽ കൂടെ വചനത്തിൽ കൂടെ യേശുവിന്റെ നാമത്തെ ഉയർത്തുവാൻ തന്നവൻ കൃപയ്ക്കായി സ്തോത്രം. കർത്താവേ, വചനം കേട്ട എല്ലാവരെയും, സാക്ഷ്യം കേട്ട എല്ലാവരെയും യേശുവിന്റെ നാമം അനുഗ്രഹിക്കുന്നു. ഇത് അനേകർക്ക് അനുഗ്രഹമായി മാറട്ടെ, വിടുതലായി മാറട്ടെ. കർത്താവിലേക്ക് ജനം തിരിയുവാൻ, ഈ ജീവനുള്ള ദൈവമുണ്ടെന്ന് അറിയുവാൻ സ്വർഗമിടയാക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. जीवित परमेश्वर है, छुड़ाने वाला परमेश्वर है. ऐसा लोग प्रभु तुझ पर मुड़ने के लिए, तेरे लोगों के विश्वास बढ़ने के लिए प्रभु आज की गवाही वचन हालेलुया सामर्थ्य नहीं पाए. पवित्र आत्मा सबको सहायता कर, हर एक जरूरतों को तो सहायता मदद कर ले लिए पूरा कर. आज हम इस समय हम प्रार्थना करते हैं इस प्रकार आइसोलेशन में बीमारी के द्वारा जो भयानक अवस्था में, जो मृत्यु की तराई में जितने लोग रहते हैं, एक को हम स्मरण करते हैं यीशु मसीह के नाम से. हर एक लोग हम आशीष देते हैं. छुटकारे की हाथ, आमीन हालेलुया. चंगाई की हाथ प्रभु तू हालेलुया तो लंबा कर, तेरी महिमा तो प्रकट कर. हमारे देश को तू चंगाई दे, हमारे राज्य को तू चंगाई दे, हमारे शहर को तू चंगाई दे. जितने लोग सुना है हर एक यीशु मसीह के नाम से हम आशीष देते प्रभु. आज सुबह के समय तेरे नाम को करवा दिया, धन्यवाद. अब तक तूने चलाए, धन्यवाद. आगे भी तू चलाए. आज सुबह से लेकर शाम तक जितने लोग, जितने भवनों में, जितने जगहों पर तेरी स्तुति आराधना करते, हर एक को तू आशीष दे. हर एक जगह यीशु की महिमा उठाने पाए, हर एक व्यक्ति यीशु के नाम को उठाने पाए, ऊंचा करने पाए, उत्तम गवाह ठहरने पाए. कि हाथों में सौंपता हूं. सारे आदर मान महिमा हम आपको देते हैं. यीशु मसीह के नाम से मांगता हूं, सुनो ग्रहण करो पिताजी. आमीन आमीन आमीन. पिता परमेश्वर का प्रेम, पुत्र यीशु मसीह के अनुग्रह, सहभागिता और संगति आज के वचन के साथ, गवाही के साथ, आज जो जितने लोग हमारे साथ जुड़ रहे, जितने लोग जुड़ने वाले हैं, जो सुन रहे सारे दरेक के साथ, पवित्र सारे लोगों के साथ मसीह यीशु की बादल की आगमन तक हमेशा हमेशा होती रहे. आमीन आमीन आमीन. प्रभु यीशु मसीह के द्वारा हमें जयवंत जीवन देने वाला परमेश्वर की हम महिमा करें. हालेलुया हालेलुया हालेलुया. आमीन यीशु आमीन. प्रभु आप सबको आशीष दे. गॉड ब्लेस यू, गॉड ब्लेस यू, गॉड ब्लेस.